പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കിടക്കട്ടെ അന്തരീക്ഷത്തിൽ 1000 10,000 കോടി സ്തോത്രം. പറഞ്ഞെങ്കിലേ ഒക്കത്തുള്ളൂ, മൊത്തക്കണക്കിലല്ല. കോടി സ്തോത്രം എന്ന് പറയുകയല്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതെല്ലാം സിംഗിൾസായിട്ടാണ്. അവൻ്റെ അനുഗ്രഹം വരുന്നത് സിംഗിൾസായിട്ടാണ്. അത് ഒരു കൊട്ട നിറച്ച് അനുഗ്രഹം തന്നാലും വരുന്നത് ഓരോന്നോരോന്നായിട്ടായിരിക്കും. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പഠിക്കണം, അവർ ശീലമാക്കിയെടുക്കണം. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ജീസസ് ഫാമിലിയുടെ ഈ ആരാധനയിലേക്ക്, മലയാളം ആരാധനയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഞങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു, വളരെ വളരെ നന്ദി. നിങ്ങൾ ഞങ്ങളെ ധനപരമായിട്ട് സഹായിക്കുന്നു, വളരെ വളരെ നന്ദി. ഇത് രണ്ടും ഇല്ലാതെ നടക്കത്തില്ല. പണമില്ലെങ്കിലും ആത്മാവിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ കാര്യം നടക്കും. പക്ഷേ അത് മാത്രം പോരാ, പണവും കയ്യിൽ വേണം, അല്ലേ? അപ്പോൾ രണ്ടിനായിട്ടും നന്ദി പറയുകയാണ്, നിങ്ങളുടെ സ്നേഹത്തിനും കരുതലിനായിട്ടും. ഞാൻ ഇന്ന് രാവിലെ എൻ്റെ ഓഫീസിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് പറഞ്ഞു, ആളുകളെല്ലാം കൂടെ കൂടി വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു, കട്രായിൽ തുടങ്ങിയ ഒരു കൊച്ചുവേലയെ ഈ നിലയിലാക്കിയത് ദൈവത്തിൻ്റെ കൃപ മാത്രമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ ധനസഹായത്തിനും നന്ദി പറയുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു ഉദ്ധരണി വായിച്ചുകൊണ്ട്, ഒരു കൊട്ടേഷൻ വായിച്ചുകൊണ്ട് ഇന്നത്തെ സന്ദേശം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. പറഞ്ഞത് വാച്ച്മാൻ നീ. ആരായിരുന്നു അദ്ദേഹം? ചൈനയിലുണ്ടായിരുന്ന ഒരു ദൈവദാസനാണ്. വലിയൊരു മൂവ്മെൻറ്റിന്, വലിയ പ്രവർത്തനത്തിന് ആരംഭം കൊടുത്ത മനുഷ്യൻ. മാനസാന്തരപ്പെട്ടെങ്കിൽ സ്വർഗത്തിൽ പോകൂ എന്ന് പറയുന്ന ബ്രദറൻ വിശ്വാസക്കാരനായ ഒരു ദൈവദാസൻ. ഹല്ലേലൂയ. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിക്കുന്നത് നല്ലതായിരിക്കും. വാച്ച്മാൻ നേ വെബ് പേജിനകത്തെങ്കിലും വായിക്കാം കേട്ടോ. ഹല്ലേലൂയ. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, കണ്ണുനീർ ഒഴുകിയാൽ ഒഴുകട്ടെ, കൊടുങ്കാറ്റടിച്ചാൽ വീശട്ടെ, കാർമേഘം ഉരുണ്ടുകൂടി മഴ കൊണ്ടുവന്നാൽ പെയ്യട്ടെ, മുള്ളുകൾ അമർന്ന് കയറിയാൽ കയറട്ടെ, ഇടത് കൈ കൊണ്ട് കണ്ണുനീർ തുടച്ച് വലത് കൈ കൊണ്ട് കലപ്പയിൽ കൈ മുറുകെ പിടിച്ച് മുൻപോട്ട് പോകുക. അസാധാരണമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അടുത്തത് സന്ദേശത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമ്മുടെ സന്ദേശത്തിൻ്റെ തലക്കെട്ടിതാണ്, കുറേ കൂടി നന്നാകാൻ എന്ത് ചെയ്യണം, കുറേ കൂടി നന്നാകാൻ എന്ത് ചെയ്യണം. ഞാൻ എൻ്റെ ജീവിതത്തിനകത്ത് അതിപ്രധാനമായ 4 തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. എൻ്റെ ജീവിതശൈലി 4 കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. ഞാൻ പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. എൻ്റെ അങ്ങനെയുള്ളൊരു ലെറ്റർ പാഡും ഉണ്ട്. എൻ്റെ വീട്ടിൽ ഞാൻ ഫ്രെയിം ചെയ്ത് വിട്ടിട്ടുണ്ട് 4 കാര്യങ്ങൾ. ഒന്ന്, ക്രിസ്തുവിൻ്റെ ഭാവം, ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ ഭാവം ഉള്ളവരായിട്ട് നമ്മളെല്ലാവരും ജീവിക്കണം. എൻ്റെ തീരുമാനമാണ് ക്രിസ്തുവിൻ്റെ ഭാവം ആയിരിക്കും. 2, വലിയ വിശ്വാസം, ഗ്രേറ്റ് ഫെയ്ത്ത്. സാധാരണ വിശ്വാസമല്ല, സാധാരണക്കാർക്ക് സാധാരണ വിശ്വാസം. ഞാനൊരു അസാധാരണ വിശ്വാസിയായിട്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനായിട്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എനിക്കൊരു ഗ്രേറ്റ് ഫെയ്ത്ത് വരണം. ഹല്ലേലൂയ. 3, കഠിനാധ്വാനം, ഹാർഡ് വർക്ക്. 4, സരള ജീവിതം. എൻ്റെ ഈ സന്ദേശം നിങ്ങൾ കേൾക്കണം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഏതെങ്കിലും ഇതിനകത്തൊന്ന് ഒരു തീരുമാനമെങ്കിലും എടുക്കുവാൻ കർത്താവ് സഹായിക്കണം. ഒരു വിഷയത്തിലെങ്കിലും. അല്ല 2, അല്ല 3, 4 എടുത്താൽ ഏറെ നല്ലതാണ്. ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം, ക്രിസ്തുവിൻ്റെ ഭാവം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കണം. അതിനൊരു എളുപ്പമാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെന്തെങ്കിലും സംസാരിക്കുമ്പോൾ അത് നിങ്ങളുടെ ഭാര്യയോടായിരിക്കാം, ഭർത്താവിൻ്റെ അടുക്കലായിരിക്കാം, മക്കളുടെ അടുക്കലായിരിക്കാം, അമ്മയപ്പന്മാരുടെ അടുക്കലായിരിക്കാം, വേറൊരു പെങ്കൊച്ചൻ്റെ അടുക്കലായിരിക്കും, വേറൊരു പുരുഷൻ്റെ അടുക്കലായിരിക്കാം, വേറൊരു ദൈവദാസൻ്റെ അടുക്കലായിരിക്കാം. യേശു എൻ്റെ അടുക്കലുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ സംസാരിക്കും? അങ്ങനെ സംസാരിക്കണം. ഭാര്യയോട് ദേഷ്യം വരുമ്പോഴും അങ്ങനെ ചിന്തിക്കണം. ഭർത്താവിനോട് കോപം വരുമ്പോഴും അങ്ങനെ ചിന്തിക്കണം. അമ്മയപ്പന്മാരോട് ധിക്കാരമായിട്ട് സംസാരിക്കണമെന്ന് ആലോചിക്കുമ്പോഴും തീരുമാനിക്കണം. യേശു എൻ്റെ അടുക്കലുണ്ടെങ്കിൽ എൻ്റെ ഭാഷ എങ്ങനെയായിരിക്കും? എൻ്റെ സ്വരം എങ്ങനെയായിരിക്കും? എൻ്റെ മുഖഭാവം എങ്ങനെയായിരിക്കും? യേശു എൻ്റെ അടുക്കൽ ഉണ്ടായാൽ ഞാൻ എന്ത് ചെയ്യും? അതിൻ്റെ ബി, യേശു എൻ്റെ അടുക്കൽ. മറ്റേ സംസാരം തമിഴ്നാട്ടിലെ സംസാരമല്ല, മലയാളത്തിലെ സംസാരം. യേശുവിൻ്റെ അടുക്കലുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും പെരുമാറുന്നത്? അതാണ് പെരുമാറ്റം. എൻ്റെ പെരുമാറ്റം എങ്ങനെയായിരിക്കും? ഒരു പെങ്കൊച്ചിനോട് ഞാൻ സംസാരിക്കുമ്പം, ഒരു പുരുഷനോട് സംസാരിക്കുമ്പോൾ എൻ്റെ കണ്ണിൻ്റെ ആംഗ്യം, എൻ്റെ ദ്വയാർത്ഥത്തിലുള്ള വാക്കുകൾ വരുമോ? ഞാൻ എങ്ങനെ എഴുതും? കണക്കെഴുതുമ്പം, ഒരു ഓഫീസിലെ ചർച്ചിനകത്തെ കണക്കെഴുതുമ്പോൾ, അല്ല ഞാൻ ചെയ്ത വേലയെപ്പറ്റി ഒരു റിപ്പോർട്ട് എഴുതുമോ? സുവിശേഷ വേലക്കാരൊക്കെ റിപ്പോർട്ട് എഴുതണം. ചിലരോട് ഞാൻ റിപ്പോർട്ട് കൊടുക്കത്തില്ലെന്ന് പറയും. തെറ്റ്. വേദപുസ്തകത്തിനകത്ത് ഞാൻ ആദ്യം മുതൽ അവസാനം വരെ റിപ്പോർട്ട് കൊടുക്കുന്നവരെ കണ്ടിട്ടുള്ളത്. ഇന്ന് ഞാനൊരു സംഘടനയുടെ വർക്കറാണ്. ഞാനാണ് ഈ സംഘടന സ്ഥാപിച്ചത്. IET ദൈവം സ്ഥാപിച്ചു, എന്നിലൂടെ സ്ഥാപിച്ചു.
ഞാൻ എവിടെയെങ്കിലും പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ റിപ്പോർട്ട് എൻ്റെ പ്രസിഡൻറ്റ് കൊടുക്കും. അദ്ദേഹം ഇന്ന് വരെ ഒരു പ്രസിഡൻറ്റുമാരും ആവശ്യപ്പെട്ടില്ല. പക്ഷേ ഞാൻ എപ്പോഴും പോയിട്ട് വന്നു കഴിയുമ്പോൾ ഞാൻ അവിടെ കണ്ടത് കേട്ടത് അതിൻ്റെ ന്യൂനവശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ പറഞ്ഞോട് എഴുതി കൊടുക്കും കേട്ടോ. അതുകൊണ്ട് എങ്ങനെയായിരിക്കും ഞാൻ റിപ്പോർട്ട് എഴുതുന്നത്? അല്ലേ, ഞാൻ എന്നെ ദ്രോഹിച്ച ഒരു മനുഷ്യൻ, നിങ്ങളെയും ദ്രോഹിച്ച ഒരു മനുഷ്യന് നിങ്ങളൊരു എഴുത്തെഴുതുവാൻ ആണെങ്കിൽ എങ്ങനെയായിരിക്കും അതിനകത്തെ ഭാഷ? ഇപ്രകാരം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്, വാട്ട് വുഡ് ജീസസ് ഡു, WWJD, വാട്ട് വുഡ് ജീസസ് ഡു, യേശു അങ്ങനെ പെരുമാറും. അസാധാരണ ഒരു പുസ്തകമാണ്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അതൊന്ന് വാങ്ങിച്ച് വായിച്ചാട്ടെ കേട്ടോ. എൻ്റെ വിചാരം അത് ഫ്രീ ആയിട്ട് കിട്ടും. ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനൊക്കെ വായിക്കാനൊക്കെ. നാം പ്രസംഗിക്കുമ്പോൾ എങ്ങനെ പ്രസംഗിക്കും? എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരാളിനെ നോക്കിക്കൊണ്ട്, അല്ലേ, അങ്ങനെ പ്രസംഗിക്കും. ഞാൻ ഇങ്ങനെ ഒരാൾ പറയുന്നത് കേട്ടു, യഥാർത്ഥം പറഞ്ഞാണ്, ഒരു 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 പെന്തിക്കോസുകാരനാണ്. അദ്ദേഹം പറഞ്ഞ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ കണ്ടു CSIയിലെ ഒരു അച്ഛൻ കയറി വരുന്നു. ഞാൻ എൻ്റെ വിഷയം അങ്ങ് മാറ്റി, അരക്കെട്ട് എന്തിനാ വേദപുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന പാസ്റ്റർ OJ വിൽസൺ ഒരു ചോദ്യം ചോദിച്ചു. എന്നിട്ട് അച്ഛൻ രക്ഷിക്കപ്പെട്ടോ? ഇല്ല. പിന്നെ എന്തിനാ പ്രസംഗിച്ചേ? എന്തിനാ പ്രസംഗിച്ചേ? അപ്പോൾ യേശു നിങ്ങളുടെ മുമ്പിലിരുന്നാൽ സുവിശേഷം പ്രസംഗിക്കാം, യാതൊരു വിരോധമില്ല. നിങ്ങൾ എൻ്റെ മുമ്പ് ആരെങ്കിലും കൊണ്ടുവന്നാട്ടോ, കത്തോലിക്കൽ ബിഷപ്പിനെ കൊണ്ടുവരാം, അല്ലെങ്കിൽ പറയാമെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയോ. ഞാൻ വിശ്വസിക്കുന്ന എല്ലാം എനിക്ക് അവരുടെ പറയാനൊക്കും. ക്രിസ്തുവിൻ്റെ ഭാവത്തോടെ പറഞ്ഞാൽ ആരും മുണങ്ങത്തില്ല. അപ്പോൾ ഞാൻ പ്രസംഗിക്കുമ്പോൾ, ഞാൻ സംസാരിക്കുമ്പോൾ യേശു അടുക്കലുണ്ടെങ്കിൽ എങ്ങനെ സംസാരിക്കൂ അത് വേണം. ഒരിക്കലൊരു മാസികയിൽ വേറൊരു സഭക്കാരുടെ കൺവെൻഷനെ പറ്റി എഴുതിയിരിക്കുക. അവരുടെ തന്നെ വിശ്വാസമാണ്, പക്ഷേ വേറൊരു സഭക്കാരാണ്. അവരുടെ കൺവെൻഷനകത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു, പോലീസുകാർ വന്നിട്ടുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ വേലയ്ക്കകത്ത് പോലീസുകാർ വരേണ്ട ആവശ്യമുണ്ട്. ഒരു പരിഹാസ റിപ്പോർട്ടാണ്, പക്ഷേ ആ റിപ്പോർട്ടിനകത്ത് ഒരു പരിഹാസ ചുവയുണ്ടായിരുന്നു. ഞാൻ ഉടനെ അവർക്ക് എഴുതി, പണ്ട് കാലമാണ് കേട്ടോ, അന്ന് എന്നെ ഒന്നും വലുതായിട്ടൊന്നും അറിയുന്ന കാലമല്ല, എങ്കിലും ഞാൻ എഴുതി, സഹോദര ഒരു ചോദ്യം ചോദിക്കുകയാണ്. എൻ്റെ എഡിറ്റർക്ക് എഴുതി, ഈ ലേഖനം എഴുതിയ ആളിനെ എഴുതി, അവരെല്ലാവരും ഇന്നും എൻ്റെ സ്നേഹിതരാണ് കേട്ടോ. ഞാൻ എഴുതി, നിങ്ങൾ എഴുതിയ ഈ റിപ്പോർട്ട് പ്രസ്സിൽ കൊടുക്കുന്നതിന് മുമ്പേ യേശുവിൻ്റെ കയ്യിൽ കൊടുക്കുവാനുള്ള പ്രാഗൽഭ്യം നിങ്ങൾക്കുണ്ടായിരുന്നു. ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ വേറൊരാളിനെ പറ്റി പരിഹസിച്ച് സംസാരിക്കുമ്പോൾ, എഴുതുമ്പോൾ, ഒരു റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് വേറൊരു മാസികക്കാർ, വലിയ ആളാണ് കേട്ടോ, വലിയ ആളാണ്, അദ്ദേഹം അതിനകത്ത് ഇങ്ങനെ എഴുതി, വേദപുസ്തകത്തിനകത്ത് ഒരു വാക്യം ഇങ്ങനെ എഴുതി, ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേർ. അടുത്ത മാസത്തേക്കകത്ത് ഡോക്ടർ KP യോഹന്നാനെ പറ്റി ഞാൻ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഉടനെ തന്നെ അവർക്ക് എഴുതി, അത് എഴുതിയിട്ട് പ്രസ്സിൽ കൊടുക്കുന്നതിന് മുമ്പ് യേശുവിൻ്റെ കൈ കൊടുത്ത് അപ്രൂവൽ വാങ്ങിക്കണം. അത് കഴിയുമ്പോൾ ഞാൻ കേരളത്തിലുണ്ടായിരുന്നു. അദ്ദേഹം എന്നെ വന്ന് കണ്ടു, പറഞ്ഞു, ബ്രദറെ ഇതുപോലൊക്കെ ഞങ്ങൾക്ക് ചില വേദനയുണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞു, എന്നാലും ഞാൻ പറഞ്ഞു, നമുക്ക് മറ്റൊരിക്കലും ഞാൻ ചോദിച്ച ഒരു സിഖ് മതത്തിലെ ഒരു അവരുടെ ഒരു ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ അവരുടെ പാസ്റ്ററെ പറ്റി നിങ്ങൾക്ക് എഴുതാനുള്ള ധൈര്യമുണ്ടോ? എന്തെങ്കിലും തെറ്റുണ്ടായിപ്പോലും. പക്ഷേ മുസ്ലിമിനെ പറ്റി എഴുതാനുള്ള ധൈര്യമുണ്ടോ? എന്തുകൊണ്ട് നമ്മൾ തന്നെ മറ്റുള്ളവർക്ക് അമ്പെയ്യുന്നു? ഇങ്ങനെ ഒരു പറച്ചിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഞാനും പറഞ്ഞിട്ടുണ്ട്, അല്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ട്. മുറിവേറ്റ് കിടക്കുന്ന സ്വന്തം പട്ടാളത്തിലെ പട്ടാളക്കാരനെ അമ്പെയ്യുന്ന, വെടിവെക്കുന്ന ഒരൊറ്റ പട്ടാളമേ ഉള്ളൂ, യേശുവിൻ്റെ പട്ടാളം. നമ്മുടെ കൂട്ടത്തിലുള്ളവർ മുറിവേറ്റ് കിടക്കുക, അതിൻ്റെ പുറത്ത് ഒരു വെടിയോടെ വെക്കുന്ന ഒരു സുഖമാണ്, അല്ലേ, പാടില്ല കേട്ടോ. ഞാനീ പറഞ്ഞ പിന്നെ ആ മാസിക അവർ KP യോഹന്നാനെ പറ്റി എഴുതിയില്ല. എന്താ കാര്യം? ഞാൻ പറഞ്ഞപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. നമ്മുടെ ലക്ഷ്യം ക്രിസ്തുവിൻ്റെ ഭാവമുള്ള മനുഷ്യരായിട്ട് ജീവിക്കണം. നമുക്ക് തീരുമാനിക്കാം, നാം പ്രസംഗിക്കുമ്പോൾ യേശു മുന്നിലിരുന്നാൽ എങ്ങനെ സംസാരിക്കുമോ, ഏത് വാക്കുകൾ ഉപയോഗിക്കുമോ അതുപോലെ മാത്രമേ ഞാൻ ഉപയോഗിക്കത്തുള്ളൂ, അതേ ഭാഷ മാത്രമേ ഞാൻ ഉപയോഗിക്കത്തുള്ളൂ. ഞാനീ പറഞ്ഞത് തെറ്റായിട്ടുള്ള ഉപദേശത്തെ ചൂണ്ടിക്കാണിക്കരുതെന്നാണോ? അല്ല, ചൂണ്ടിക്കാണിക്കണം, പക്ഷേ അത് സ്നേഹത്തിൻ്റെ ഭാഷയിലായിരിക്കട്ടെ. ഇത് പരസ്യമാക്കുന്നതിന് മുമ്പേ നേരിട്ട് പോയി സംസാരിക്കാനുള്ള പ്രാഗൽഭ്യം കൂടെ നമ്മൾ ചോദിച്ചെടുക്കണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു ദൈവദാസനെ പറ്റി എന്തെങ്കിലും പറയുമ്പോഴും എഴുതുമ്പോഴും യേശു അടുത്തുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അതുപോലെ വേണം പറയുവാൻ കേട്ടോ. ചിലർ നോക്കി മനസ്സിലായി, ഇതൊക്കെ അതിവിശുദ്ധിയാണ്, ഇതൊക്കെ പരീക്ഷൻ്റെ പ്രസംഗമാണ്. അല്ല, വേദപുസ്തകത്തിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ ഉപദേശം ഞാൻ പറഞ്ഞതാണ്. ഇതാണ് പുതിയ നിയമം പറയുന്നതായിട്ടുള്ള വിശുദ്ധി. 2, വലിയ വിശ്വാസം. 1, മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ഭാവം. 2, വലിയ വിശ്വാസം. വലിയ വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മുടെ വിശ്വാസം വളരാം. വേദപുസ്തകം പറയും നമ്മുടെ വിശ്വാസം വളരാം.
എൻ്റെ ഏറ്റവും വിശ്വാസത്തെ പറ്റിയുള്ള ഏറ്റവും നല്ല പുസ്തകമാണ് വിശ്വാസത്താൽ അത്ഭുതം സൃഷ്ടിക്കുക, ഉണ്ടാകുകയല്ല സൃഷ്ടിക്കുക. അതിനകത്ത് പറയുന്നുണ്ട്, ഞാൻ വിശദീകരിക്കുന്നുണ്ട്, വിശ്വാസം വളർന്നു വരാം, നാം വളർത്തിയെടുക്കണം. സ്വയം വളരത്തില്ല അല്ലേ? നമ്മൾ രക്ഷിക്കപ്പെട്ട് എഴുതിച്ചിട്ട് എൻ്റെ കർത്താവ് എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണം, കർത്താവ് എൻ്റെ വിശ്വാസം വർദ്ധിക്കണം, അത്ര നാൾ പ്രാർത്ഥിച്ചുകൊണ്ട് വർദ്ധിക്കത്തില്ല. പിന്നെ വർദ്ധിക്കാൻ എന്തോ ചെയ്യണം? വിശ്വാസം കേൾവിയാൽ വരുന്നു എന്ന് വെച്ചാൽ അത് വരുന്നു. കേൾവിയായിട്ട് വരുമ്പോൾ ഞാൻ ഇന്ന് എത്ര പ്രസംഗം കേട്ടെന്ന് എനിക്കറിയാൻ വയ്യ. ഞാൻ രാവിലെ 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഇത് റെക്കോർഡ് ചെയ്യാനായിട്ട്. ഓഫീസിൽ വരണം, ഓഫീസിൽ വന്ന് നിങ്ങൾ റെക്കോർഡ് ചെയ്യാനൊക്കത്തുള്ളൂ. എനിക്ക് ഓഫീസുമായിട്ട് യാതൊരു ബന്ധവുമില്ല കേട്ടോ. റെക്കോർഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് മാസത്തിൽ 2-3 ദിവസം വരും, കുറച്ച് മെസ്സേജ് റെക്കോർഡ് ചെയ്യും, ഒരു ദിവസം ഡിവോഷൻ എടുക്കുമ്പോൾ വേറെ യാതൊരു ബന്ധവുമില്ല. 9 മണിക്ക് ഇറങ്ങിയ, പക്ഷേ അതിന് മുമ്പ് തന്നെ ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റു, ചായ ഉണ്ടാക്കി സെക്യൂരിറ്റി ഗാർഡിന് കൊടുത്തു, ഞാനും കുറച്ച് കുടിച്ചു. എന്നിട്ട് നടക്കാൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ നല്ലൊരു പ്രസംഗം വിശ്വാസത്തെ പറ്റിയുള്ളത് കേട്ടോ. തിരിച്ചു വന്ന് കഴിയുമ്പോൾ 3-4 പ്രസംഗം, ഒരെണ്ണം 15 മിനിറ്റിൻ്റെ, ഒരെണ്ണം 7 മിനിറ്റിൻ്റെ, ഒരെണ്ണം 3 മിനിറ്റിൻ്റെ, വേറെ കേട്ടോ 1-2 കുമ്പോഴൊക്കെ വെറുതെ ഇരിക്കുമ്പോഴും ഒക്കെ ഏതെങ്കിലുമൊക്കെ വചനം കേൾക്കുക. വിശ്വാസം കേൾവിയാൽ വരുന്നു. അത് നമ്മൾ വളർത്തിയെടുക്കണം കേട്ടോ. അത് കേട്ടാൽ മാത്രം പോരാ. വിശ്വാസത്തെ പറ്റി കേട്ടോണ്ടിരിക്കുക എന്നിട്ട് മാത്രമേ ഇല്ല, അത് നമ്മൾ തീരുമാനമെടുത്ത് വളർത്തിയെടുക്കണം. വിശ്വാസത്തിന് ശക്തിയുണ്ട്. ഇതാ യേശുക്രിസ്തു പറഞ്ഞു ലൂക്കോസ് 17:6, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോട് പറഞ്ഞ് കടലിൽ നട്ടുപോകുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. വിശ്വാസത്തോടെ പറഞ്ഞു, ഒന്നുകൂടെ പറയുക, വിശ്വാസമുണ്ടെങ്കിൽ കടുകുമണിയോളം, ഇച്ചിരി വിശ്വാസം മതി. വിശ്വാസത്തിന് ശക്തിയുണ്ട്, ചെറിയൊരു വിശ്വാസത്തിനും ശക്തിയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വാസം വളർത്തിയെടുക്കണം. ഹല്ലേലൂയ. ബലമുള്ള വിശ്വാസമായിരിക്കണം, ഉറച്ച വിശ്വാസമായിരിക്കണം, നിറഞ്ഞ വിശ്വാസമായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കടുകുമണി അടുത്ത് പറഞ്ഞാൽ ഇത്രയൊന്നുള്ളതല്ല, അതിനകത്ത് ജീവനുണ്ടെന്നാണ് അതിനകത്തുള്ളത്. അല്ല ഇച്ചിരിയും വിശ്വാസമുള്ള, ഞാനും അങ്ങനെ പണ്ട് വിചാരിക്കുന്നത്, കടുകുമണി ഇച്ചിരിയും വിശ്വാസം ഉണ്ടെങ്കിൽ കാര്യം നടക്കും, ഇച്ചിരിയും വിശ്വാസം ഉണ്ടെങ്കിൽ നടക്കത്തില്ല. പിന്നെയോ ഹല്ലേലൂയ, അതിനകത്ത് ജീവനുണ്ടായിരിക്കണം, അതിനകത്ത് ജീവനുണ്ടായിരിക്കണം. ഞാൻ സാധാരണ കല്യാണത്തിന് പ്രസംഗിക്കുമ്പം ഞാനിങ്ങനെ ഒരു മുട്ടയും കൊണ്ടാണ് അവിടെ പോകുന്നത്. മുട്ട പുഴുങ്ങിയതായിരിക്കും, ആർക്കും അറിയത്തില്ല പുഴുങ്ങിയതാണെന്ന്. ഞാൻ പറഞ്ഞു നമ്മുടെ ജീവിതം മുട്ടയെപ്പോലാണ്, കുടുംബജീവിതം മുട്ടയെപ്പോലാണ്. അത് കുലുക്കരുത്, അതിനകത്ത് ജീവനുണ്ട്. നല്ലപോലെ കുലുക്കി കഴിഞ്ഞപ്പോൾ അതിനകത്ത് കുഞ്ഞുണ്ടാകത്തില്ല. കാരണം എന്താ? ആ ജീവന് കേടുവരും. ഞാൻ നിങ്ങളുടെ അടുക്കൽ പറയുന്നു, നമ്മുടെയും ജീവിതം ഇതുപോലെ തന്നെ ആയിരിക്കട്ടെ. നമ്മുടെ ഈ ജീവിതമുള്ളതായിരിക്കട്ടെ, കടുകുമണിയോളം ജീവനുള്ളതായിരിക്കട്ടെ. നമ്മുടെ വിശ്വാസത്തിന് ജീവനുണ്ടായിരിക്കണം. അതിന് ചെറുതും വലുതും എന്നുള്ളതാണ്, അതിനകത്ത് ജീവൻ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. മർക്കോസ് എഴുതിയ സുവിശേഷം 11:22 പറയുന്നു, ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിപ്പീൻ. ദൈവത്തിൽ വിശ്വാസമുള്ളവർ. വേറെ അതിൻ്റെ മാർജിനകത്ത് എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ വിശ്വാസമുള്ളവരായിരിക്കും. ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്തവരാരാ? പിശാചിനില്ലയോ? ഉണ്ട്. ആർക്കാ ഇല്ലാത്ത? മന്ത്രവാദിക്കില്ലയോ? ഉണ്ട്, ഒത്തിരി പേർക്കും ഉണ്ട്. പക്ഷേ അതല്ല ദൈവത്തിൻ്റെ വിശ്വാസം. അയ്യോ, ദൈവത്തിൻ്റെ വിശ്വാസം നമുക്ക് ഉണ്ടായി തീർക്കാനൊക്കും. അതുകൊണ്ടാണ് അങ്ങനെ യേശു പറഞ്ഞത്. നമ്മുടെ വിശ്വാസം വളർത്തിയെടുക്കാനൊക്കെ ദൈവത്തിൻ്റെ വിശ്വാസമുള്ളവരായിട്ട് നമ്മൾ മാറണം. അങ്ങനെ വിശ്വാസത്തിൻ്റെ വചനം കേട്ട് വരുമ്പോൾ അങ്ങനെ സംഭവിക്കും. 23-ാമത്തെ വാക്യം പറയുകയാണ്, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശുക്രിസ്തു പറയും, ഞാൻ പറയാണ്, അഹങ്കാരത്തിലൊന്നുമല്ല. പിന്നെ പറയും, ഞാനാ പറയുന്നത്, ദൈവപുത്രനായി ഞാൻ, തൃത്വത്തിൽ രണ്ടാമനായി ഞാൻ പറയുകയാണ്. ഹല്ലേലൂയ. ഈ കടലിനോട് മാറിപ്പോകാൻ, ഈ മലയോട് നീങ്ങിപ്പോകാൻ. നേരത്തെ പറഞ്ഞു ഒരു മരം, ഇവിടെ പറയുകയാണ് മലയോട് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ. ഇത് കേട്ടിട്ട് ചിലർ പറയും, ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ വന്ന് ചോദിച്ചു, ഈ മലയെടുക്ക് ഞാനിങ്ങനെ പറഞ്ഞാൽ അങ്ങ് മാറുമോ? എൻ്റെ കുഞ്ഞെ, യേശു നടന്നത് മുഴുവൻ മലയിൽ കൂടാ. യേശുവിൻ്റെ ശിഷ്യന്മാർ നടന്നത് മുഴുവൻ മലയിൽ കൂടാ. അവരാരും മല നീങ്ങിപ്പോയിട്ട് അതിനകത്ത് ഉണക്കാനായിട്ട് ശ്രമിച്ചില്ല, അവർ പറഞ്ഞുമില്ല. അതിൻ്റെ അർത്ഥം അതല്ല. നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നം മാറിപ്പോകണമെങ്കിൽ നിനക്കൊരു കടുകുമണിയോളം നിറഞ്ഞ് ജീവനുള്ള ഒരു വിശ്വാസത്തോട് പറയാമെങ്കിൽ അത് സംഭവിക്കും. അതുപോലെ വിശ്വാസത്തിന് ശക്തിയുള്ളതുപോലെ തന്നെ അവിശ്വാസത്തിനും ശക്തിയുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിനകത്ത് പറഞ്ഞു. ഞാൻ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിക്കട്ടെ. രണ്ടും ഒരു സംഭവം തന്നെ. മർക്കോസ് 6:5-6, ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയതല്ലാതെ അവിടെ വീര്യപ്രവൃത്തി ഒന്നും ചെയ്യുവാൻ യേശുവിന് കഴിഞ്ഞില്ല. അവരുടെ അവിശ്വാസം ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു. യേശുവിനെ കൊണ്ട് കഴിഞ്ഞാൽ യേശുവിന് എന്ത് ശക്തിയില്ലായിരുന്നു? ഉണ്ടായിരുന്നു. അവിടെ ആവശ്യക്കാരില്ലായിരുന്നു? ഉണ്ടായിരുന്നു. പിന്നെന്താ ഒക്കാഞ്ഞ്? അവരുടെ അവിശ്വാസം നിമിത്തം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ, നിങ്ങളുടെ അവിശ്വാസത്തിന്
യേശുവിൻ്റെ കൈകളെ പിടിച്ച് ബന്ധിക്കാൻ ഒക്കും നിങ്ങളുടെ അവിശ്വാസത്തിന്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പ്രാർത്ഥിക്കാൻ പോയപ്പോഴൊക്കെ 3 പേരെ കൊണ്ടുപോയി, എല്ലാവരെയും കൊണ്ടുപോയില്ല. അതിവിശുദ്ധിയുള്ളവരുണ്ടായിരുന്നു. മിഷണറി ആയിട്ട് ഇന്ത്യയിൽ വന്ന എൻ്റെ ഒരു ഹീറോയാണ് തോമസ്. എന്താ കാര്യം? അന്ന് ഇന്ത്യയിൽ ആരും വരുത്തില്ല, തിരുവിതാംകൂറിൽ ആരും വരുത്തില്ല. ആ കാലത്ത് തോമസ് വന്നു, അവരാരെയും കൊണ്ടുപോയില്ല. പിന്നെ വിശ്വാസമുള്ളവരെ, കാരണം അവിശ്വാസത്തിൻ്റെ വാക്ക് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ വാക്ക് പറയാം. രാവിലെ തൊട്ട് വൈകിട്ട് വരെ എൻ്റെ കൈ പൊങ്ങുന്നില്ല, ഇത് പൊങ്ങും, യേശുവിൻ്റെ നാമത്തിൽ കൈ പൊങ്ങും, എൻ്റെ കൈ പൊങ്ങും, എൻ്റെ കൈ പൊങ്ങും, എൻ്റെ കൈ പൊങ്ങും. വൈകുന്നേരം പറയാം, ആർക്കറിയാൻ പൊങ്ങുമോ ഇല്ലയോ എന്നുള്ളത്, തീർന്നു അല്ലേ? ഞാനീ പറഞ്ഞത് എപ്പോഴെങ്കിലും അബദ്ധവശാൽ ഒരു വാക്ക് പറഞ്ഞു പോയാൽ അവിശ്വാസം ഉണ്ടാക്കിയെടുക്കരുത്. ഹല്ലേലൂയ. യേശു ക്രിസ്തു ശതാധിപൻ്റെ അവിശ്വാസം കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടു. മത്തായി 8:16, ലൂക്കോസ് 7. ഒരു അന്യജാതിക്കാരൻ്റെ വിശ്വാസം കണ്ടിട്ട്, അവൻ്റെ ഉറച്ച വിശ്വാസം, ജീവനുള്ള വിശ്വാസം കണ്ടിട്ട് യേശു ക്രിസ്തു അത്ഭുതപ്പെട്ടു. നിൻ്റെയും വിശ്വാസം കാണാനൊക്കുന്നതായിരിക്കണം. വിശ്വാസം കാണാനൊക്കുന്നു. അതുപോലുള്ള വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം. ഹല്ലേലൂയ. നിൻ്റെ വീടിനെ പറ്റി പ്രാർത്ഥിക്കുമ്പോൾ അതുപോലുള്ള വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം. നിൻ്റെ വാഹനത്തെപ്പറ്റി നീ വിശ്വസിക്കുമ്പോൾ കാണാനൊക്കുന്നത് പോലെ ആയിരിക്കണം. നിനക്ക് കാണാനൊക്കുന്നത് പോലെ ആയിരിക്കണം. ധൈര്യത്തോടെ പറയാനൊക്കും അല്ലേ? ആ വിശ്വാസം നിൻ്റെ വിചാരിച്ചു ഒരു കലം നിറച്ച് വെള്ളം കോരി വെച്ചു. പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ ഏതെങ്കിലും ഒരു കൊച്ചം വന്നു വെച്ച് ഒരു അതിനകത്തൊരു സുഷിരം ഇട്ട് കഴിഞ്ഞാൽ വെള്ളം മുഴുവൻ അങ്ങ് പോകും. അതുപോലെയാണ് എൻ്റെ അവിശ്വാസത്തിനും കേട്ടോ. ഒരു സഭയിൽ ഞാനിങ്ങനെ കേട്ടു, ഇങ്ങനെ പ്രാർത്ഥിക്കണം, ലോർഡ് ഫിൽ മീ. ഒരാൾ ഞാൻ പ്രാർത്ഥിക്കും, ആരെങ്കിലും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ കർത്താവേ ഫിൽ മീ ലോർഡ്, കർത്താവേ എന്നെ നിറയ്ക്കണമേ, കർത്താവേ എന്നെ നിറയ്ക്കണമേ, കർത്താവേ എന്നെ നിറയ്ക്കണമേ, കർത്താവേ എന്നെ നിറയ്ക്കണമേ, കർത്താവേ നീ എന്നെ നിറയ്ക്കണമേ. അന്നേരം ഒരാൾ പറഞ്ഞു, കർത്താവേ നിറയ്ക്കല്ലേ, അവൻ ചോരുന്നതാണ്. നമ്മുടെ വിശ്വാസം ചോരാൻ പാടില്ല, നമ്മുടെ വിശുദ്ധ ജീവിതം ചോരാൻ പാടില്ല, നമ്മുടെ ആത്മധൈര്യം ചോരാൻ പാടില്ല, നമ്മുടെ സമർപ്പണം ചോരാൻ പാടില്ല. അത് ഉറച്ചതായിരിക്കണം. ഞാനിങ്ങനെ വേറൊരു സഭയിലെ കാര്യം കേട്ടിട്ടുണ്ട്. ഒരാളിങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ എൻ്റെ ജീവിതത്തിനകത്ത് ചലന്തി വലയൊക്കെ തുടയ്ക്കണമേ, കർത്താവേ എൻ്റെ ജീവിതത്തിനകത്ത് ചലന്തി വലയൊക്കെ കർത്താവേ നീ തൂത്ത് കളയണമേ. ഇങ്ങനെ എന്നും പ്രാർത്ഥിക്കും, എല്ലാ ഞായറാഴ്ചയും പ്രാർത്ഥിക്കും. ഒരു ദിവസം ഒരാൾ പറഞ്ഞു, കർത്താവേ അയാളുടെ ജീവിതത്തിനകത്ത് ചലന്തി അങ്ങ് കൊന്നേരാ അല്ലേ. അപ്പോൾ ചലന്തി വല തൂത്തുകൊണ്ടിരിക്കുക അല്ലേ യേശുവിൻ്റെ ജോലി. പിന്നെ അവൻ സഹായിക്കും, നീ കൊല്ലണം. നിൻ്റെ ജീവിതത്തിനകത്തെ ചലന്തി എന്താണ് കാണണം, എവിടെയാണ് നിൻ്റെ ജീവിതത്തിനകത്ത് സുഷിരം, അത് നീ അടയ്ക്കണം. കർത്താവ് സഹായിക്കും. ചലന്തിയെ കൊല്ലുന്നത് യേശുവിൻ്റെ ജോലിയല്ല, അവൻ കാണിച്ചു തരും. ഏതെങ്കിലും ഒരു അവിഹിത ബന്ധം, ഏതെങ്കിലും ഒരു കള്ളക്കണക്ക്, ഭാര്യ അടിക്കുന്നുണ്ട്, പ്രാർത്ഥനയില്ല, ദശാംശം കൊടുക്കുന്നില്ല, ഇങ്ങനെയൊക്കെ ഉള്ളത് വെച്ച് നീ അനുഗ്രഹം ചോദിച്ചാലോടെ അടക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നിൻ്റെ ജീവിതത്തിനകത്തെ ചലന്തികളെ കൊല്ലുവാൻ, സുഷിരങ്ങളെ അടയ്ക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഒരു സംഭവം പറയാൻ പോവാണ്. അമേരിക്കയിൽ 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ അമേരിക്കയിലെ ആളുകൾക്കൊക്കെ ദൈവത്തെ ഒരു അന്വേഷണം വന്നു. കാരണം ഇവിടുന്ന് രക്ഷപ്പെടാൻ, രക്ഷ തരാൻ, നമ്മുടെ ദേശത്തെ പുനരുദ്ധരിക്കുവാൻ, ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ. കാരണം യുദ്ധം കഴിഞ്ഞപ്പോഴത്തേക്ക് പൈസയൊക്കെ അങ്ങ് പോയില്ലയോ. അതെല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു, നമുക്കിനി ദൈവത്തിൻ്റെ അടുക്കലേക്ക് അടുത്ത് എല്ലാവർക്കും ദൈവത്തെപ്പറ്റി ഒരു അന്വേഷണമായി. അപ്പോൾ വീടുകളിലൊക്കെ അവിടെ ഇവിടെയൊക്കെ പ്രാർത്ഥനയായി. അപ്പോൾ കുറച്ച് പേരൊക്കെ മീറ്റിങ്ങുകളൊക്കെ അറേഞ്ച് ചെയ്യാൻ തുടങ്ങി. എന്താ കാര്യം, കുറച്ച് പണം കിട്ടും, കുറച്ച് പോപ്പുലറാവും അല്ലേ, പ്രസിദ്ധമൊക്കെ ആയിത്തീരും, പിന്നെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒത്തിരി സുവിശേഷ വേലക്കാരങ്ങ് എഴുന്നേറ്റു. അന്നത്തെ കാലത്ത് 1940കളിലാണ്, ആ 40-50 ആദ്യമൊക്കെ. ആ സമയത്ത് രോഗശാന്തി പഠിപ്പിയില്ല. വേദോത്സവത്തിനകത്തുണ്ട്, പക്ഷേ അതിനെപ്പറ്റി പഠിപ്പിയില്ല. അന്നത്തേത് മാനസാന്തരപ്പെടണം, ദൈവത്തോട് എടുക്കണം, ഇത് മാത്രമേ ഉള്ളൂ. ആളുകളൊക്കെ ഒത്തിരി പേര് എഴുന്നേറ്റു. അവിടെ ഒരാൾ ടൗൺ ഹാളിനകത്ത് മീറ്റിംഗ് നടത്തുന്നു, ഇവിടെ മീറ്റിംഗ് നടത്തുന്നു. അവസാനം പേരുദോഷം ഉണ്ടായി. അവിടെ ഒരു പേരുദോഷം പത്രത്തിനകത്ത് വന്നു, ഇവിടെ ഒരു പേരുദോഷം പത്രത്തിനകത്ത് വന്നു, ഇവിടെ ഒരു പേരുദോഷം പത്രത്തിനകത്ത് വന്നു, ഇവിടെ ഒരു പേരുദോഷങ്ങളുടെ ബഹളമായിരുന്നു. റിവൈവൽ മീറ്റിംഗ്. പക്ഷേ ഇത് ഓപ്പർച്യൂണിറ്റി കണ്ടുകൊണ്ട് ഒത്തിരി പേര് കലക്കവെള്ളത്തിനകത്ത് മീൻ പിടിക്കാൻ ഇറങ്ങിയവർ വന്നതാണ്. ദുഷ്പേരുണ്ടാക്കിയവരെ അനേകം പേരായിരുന്നു. ആ സമയത്താണ് ബില്ലി ഗ്രഹാമും, അദ്ദേഹം യൂത്ത് ഫോർ ക്രൈസ്റ്റിൻ്റെ സുവിശേഷ വേലക്കാരനാണ്. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് സംഘടനയില്ല എന്ന. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെ പ്രസംഗിക്കുന്ന അതേ സംഘടനയിലുള്ള 3 പേരുണ്ട് അദ്ദേഹത്തിനൂടെ. ക്ലിഫ് ബാരോസ്, ജോർജ് ബെവർലി ഷിയ, ഞാൻ അവരെ 3 പേരെയും കണ്ടിട്ടുണ്ട്. 4മതൊരാൾ ഗ്രാഡി വിൽസൺ, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അവരെല്ലാവരും കൂടെ ഒരു മീറ്റിംഗ്, ഈ പറഞ്ഞ ഓർഗനൈസേഷൻ്റെ മീറ്റിംഗായിട്ട് നടത്തുകയാണ് കാലിഫോർണിയയിലെ മോഡറേറ്റ് സിറ്റി. നിങ്ങൾക്ക് വെബ് പേജിനകത്ത് പോയി കാണാം.
കേട്ടോ. ബില്ലി ഗ്രാംസ് മാനിഫെസ്റ്റോ ഓഫ് ബില്ലി ഗ്രഹാം എന്നടിക്കാമെങ്കിൽ ഇത് കാണാം. അവരെല്ലാവരും കൂടെ ഒരു ക്രൂസൈഡ് വന്നതാണ് 1948. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവരിങ്ങനെ ആലോചിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ദൈവത്തിൻ്റെ നാമം അപമാനപ്പെടുന്നത്? അവിടെ ഒരാൾ പാപം ചെയ്തു, ഇവിടെ ഒരാൾ പാപം ചെയ്തു, ഇവിടെ ഒരാൾ പാപം ചെയ്തു. ബില്ലിഗ്രാം കൂടെ ഉണ്ട്. ബില്ലിഗ്രാമാണ് അതിൻ്റെ ലീഡർ. അവർ ബാക്കിയുള്ളവരെ കൂടെ വിളിച്ചു. 3 പേരും കൂടെ വന്നു. എന്നിട്ട് പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും ഓരോ പേപ്പർ എടുക്കാം, നമുക്ക് കണ്ടുപിടിക്കാം എന്തുകൊണ്ടാണ് ഇവർ ദൈവനാമത്തിന് അപമാനം ഉണ്ടാക്കുന്നത്, ഏതൊക്കെ കാരണങ്ങളാണ്. അവർ പോയിട്ട് എല്ലാവരും പറഞ്ഞു 1 മണിക്കൂർ കഴിയുമ്പോൾ തിരിച്ചു വരണം. 1 മണിക്കൂർ കഴിയുമ്പോൾ വന്നു. അവരെല്ലാവരും കൂടെ നോക്കിക്കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും എഴുതിയിരുന്ന 4 കാരണങ്ങളാണ് ദൈവനാമത്തിന് അപമാനം ഉണ്ടാകുന്നത്. ദുഷ്പേരിനുള്ള കാരണങ്ങൾ. അവർക്ക് ദുഷ്പേര്, ദൈവനാമത്തിന് അപമാനം, സ്വഭാവ ദൂഷ്യത്തിനകത്തെ വൈകല്യങ്ങളായിരുന്നു. 1 പണം. എത്ര രൂപ കിട്ടി ക്രൂസൈഡ് നടത്തിയിട്ട് പറയത്തില്ല, അതവരുടെയാണ്. ഒത്തിരി സംഘടനയിലും ഉണ്ട് പണം കരുതേണ്ടകൾ, ഒത്തിരി സംഘടന. അവരുടെ കണക്ക് ആർക്കറിയാം? ആർക്കും അറിയത്തില്ല. അദ്ദേഹത്തിനും ഭാര്യയ്ക്കും മോനും മോൾക്കേ അറിയത്തുള്ളൂ, വേറെ ആർക്കും അറിയത്തില്ല. എന്തിനാണ് നിങ്ങളറിയുന്നത്? നിങ്ങൾക്ക് ആരാധിച്ചാൽ പോരായോ? അല്ല, പണം തന്നവർക്കറിയാൻ ഒരു അവകാശമുണ്ട്. ഗവൺമെൻറ് നിയമം വരെയുണ്ട് കേട്ടോ, ഗവൺമെൻറ് തീരം വരെയുണ്ട്. പോട്ടെ, നമുക്ക് വേദപുസ്തകത്തിനകത്ത് പറയുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ പറഞ്ഞു പണത്തിനകത്ത് അവിശ്വസ്തത. രൂപ എത്ര കിട്ടി, എവിടെ ചിലവാക്കി, എവിടെയൊക്കെ പോയി, ഒരു പിടിയില്ല. രണ്ടാമത്തേത് ലൈംഗിക ദുർനടപ്പ്. കാരണം ഈ ഇവാഞ്ചലിക്കൽക്കാർക്കൊരു ഗുണമുണ്ട്, ഒരു ഉണ്ട്. ഓരോരുത്തർക്ക് വ്യക്തിപരമായിട്ട്. കത്തോലിക്കർക്ക് അങ്ങനെയില്ല, യാക്കോബക്കാർക്ക് അങ്ങനെയില്ല, മർത്തോമക്കാർക്ക് അങ്ങനെയില്ല. എന്നാൽ ഈ സുവിശേഷം പ്രസംഗിക്കുന്നത് വരുമ്പോഴത്തേക്ക് ഓരോരുത്തർക്കും ഒരു സഹോദരടുക്കൽ ഒറ്റയ്ക്ക് സംസാരിക്കാൻ, ഒരു സഹോദരടുക്കൽ ഒറ്റയ്ക്ക് സംസാരിക്കാൻ, ഒരു പെൺകുട്ടിയോട് ഒറ്റയ്ക്ക്. അവിടെ വെച്ച് പാപം സംഭവിക്കുന്നു അല്ലേ. സഭയിലും പഴയ നിയമത്തിനകത്ത് ഒരു സഭയുണ്ട് അല്ലേ. പഴയ നിയമത്തിലൊരു സഭയുണ്ടല്ലേ. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിനകത്തുണ്ട് മരുഭൂമിയിലെ സഭ. അവിടെ ഉണ്ടായ പാപം എന്താണെന്നറിയാം? മോശ പർവ്വതത്തിലോട്ട് കയറിപ്പോയി ദൈവത്തോടുകൂടെ സമയം ചെലവഴിക്കാൻ. 40 ദിവസം പകലും രാത്രി അവിടെ. ഇവിടെ ഉള്ളവരെല്ലാം കൂടെ താഴെ ഇരിക്കുന്ന ഒരു 10-20 ലക്ഷം പേരുണ്ട്. അവരെല്ലാം കൂടെ പറഞ്ഞിട്ട് നമ്മുടെ മോശ പോയിട്ട് കുറച്ച് നാളായല്ലോ, കാണുന്നില്ലല്ലോ, ഇനിയും വരത്തില്ലായിരിക്കും, ആർക്കറിയാം. ഭയങ്കര വലിയ കയറിപ്പോകാൻ വലിയ പ്രയാസമാണ്. തന്നെയല്ല ദൈവം പറഞ്ഞിട്ടുണ്ട് ആരും അടുക്കാൻ പാടില്ലെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പോകുന്നവരും എല്ലാം കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവരും തിരിച്ചു വരും. അത്രയ്ക്ക് ഭയങ്കര വലിയാണ്. അപ്പോൾ പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി നമുക്കൊരു ദൈവം വേണ്ട, ഈ ദൈവത്തെ കാണുന്നില്ലല്ലോ. അവരൊരു ദൈവമുണ്ട്, ഒരു കാളക്കുട്ടി ഉണ്ടാക്കി. സ്വർണം കൊണ്ടുള്ള കാളക്കുട്ടിയാണ്, സാധാരണ ഒന്നല്ല. കാളക്കുട്ടി ഉണ്ടാക്കി. നിങ്ങൾ 10 കമാൻഡ്മെൻറ്റ്സ് എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ടോ? കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ മക്കളുടെ കൂടെ ഇരുന്ന് കാണരുത്. ആ കാളക്കുട്ടിയുടെ മുമ്പിൽ അവരെല്ലാവരും കൂടെ അഴിഞ്ഞാടി നഗ്ന നൃത്തം അതിനകത്തുണ്ട്. ഞാൻ ഒരിക്കൽ എൻ്റെ സഭയിൽ എൻ്റെ ബൈബിൾ സ്കൂളിലൊന്ന് കാണിക്കാൻ ശ്രമിച്ചു. അയ്യോ, ഞാൻ ലജ്ജിച്ചു പോയി, എനിക്കറിയാൻ വയ്യത്തില്ല. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ കണ്ടതായതുകൊണ്ട് പിന്നെ എനിക്ക് ഓർമ്മയില്ലായിരുന്നു. നഗ്ന നൃത്തം, വൃത്തികേടിൻ്റെ ബഹളം. അപ്പം സഭയിലുണ്ടായ ആദ്യത്തെ ഇതാണ്. ഇവിടെയുണ്ട് ലൈംഗിക ബന്ധം അല്ലേ. ഹാരോൻ, ശമൂവേലിൻ്റെ മക്കൾ ദൈവാലയത്തിനകത്ത് മറ്റുള്ള സ്ത്രീകളുമായിട്ട് ശയിച്ചെന്ന് ബിലിഗ്രാമും കൂടെയുള്ളവർ കണ്ടുപിടിച്ചു. ഒന്നാമത്തേത് പണം, രണ്ടാമത്തേത് ലൈംഗിക പാപം, മൂന്നാമത്തെ മറ്റുള്ള ദൈവദാസന്മാർക്ക് അയാൾ നല്ലതല്ല കേട്ടോ, അയാൾ നല്ലതല്ല കേട്ടോ, ഇയാൾ നല്ലതല്ല കേട്ടോ, ഞാൻ മാത്രമേ ഉള്ളൂ നല്ലത്, അതുകൊണ്ട് എൻ്റെ മീറ്റിങ്ങിന് വന്നാൽ മതി, അവിടെ പോരുത് എന്ന് പറയുന്നു. മറ്റു ദാസന്മാരുടെ കുറ്റം പറയുന്നു. 4, പരസ്യത്തിന് വേണ്ടി അതിശയോക്തി കലർന്ന റിപ്പോർട്ട്. 200 പേര് വന്നെങ്കിൽ പറയും 450 പേരുണ്ടായിരുന്നു. 50 പേര് രക്ഷിക്കപ്പെട്ടെങ്കിൽ പറയും 175 പേര് രക്ഷിക്കപ്പെട്ടായിരുന്നു. അതിശയോക്തി കലർന്ന. അതുകൊണ്ട് അവരെല്ലാവരും കൂടി ഒരു മാനിഫെസ്റ്റോ ഇറക്കി അല്ലേ, ഒരു പ്രകടന പത്രിക ഇറക്കി. അവരുടെ ജീവിതശൈലിക്ക് വേണ്ടി ഒരു പ്രകടന പത്രിക ഉണ്ടാക്കി. എന്താണ്? നമ്പർ 1, നമുക്ക് കണക്കുണ്ടായിരിക്കും. ആരെങ്കിലും $1 തന്നാലും റെസിപ്റ്റ് എഴുതി കഴിയും. ഞാനിത് വായിക്കുന്നതിന് മുമ്പ് 1983 ഞാൻ വായിക്കുന്നത്. ബില്ലിഗ്രാം പറഞ്ഞപ്പോഴും ഞാൻ ആ കോൺഫറൻസിലുണ്ടായിരുന്നു ആംസ്റ്റർഡാമിൽ വെച്ച്. അതിന് മുമ്പ് എൻ്റെ തീരുമാനമാണ്, ഞാൻ കട്ടറായിലായിരിക്കുന്ന സമയത്ത് തീരുമാനമാണ്, ആരെങ്കിലും എൻ്റെ രൂപ തന്നാൽ ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ റെസിപ്റ്റ് ഉണ്ടാക്കി അയച്ചു കൊടുക്കും ഇപ്പോഴും. അല്ലെങ്കിൽ ആരെങ്കിലും പറയട്ടെ, വർഗീസിന് ഞാൻ കുറച്ച് രൂപ തന്ന സുവിശേഷ വിലയ്ക്ക് വേണ്ടി എനിക്ക് റെസിപ്റ്റ് കിട്ടിയില്ലെന്ന്. അത് സ്വർണ്ണമായിരിക്കാം. ഒരാൾ 10 പവനാണ് തന്നെ. ഒരാൾ തിരുവനന്തപുരത്ത് അപ്പുറത്തുള്ള ഒരാൾ, പേരുമൊക്കെ എനിക്കറിയാം, വീട് വരെ കാണാതെ എന്നെ വിട്ടാൽ ഞാൻ അവിടെ വീട്ടിൽ പാനക്കും. അദ്ദേഹത്തിൻ്റെ പുരയിടത്തിനകത്ത് 40 സെൻറ്റിനകത്ത് നിന്ന് 20 സെൻറ്റ് വിറ്റുമ്പോൾ എൻ്റെ പൈസ ആണ്. 1 രൂപയായാലും 1 ലക്ഷം രൂപയായാലും റെസിപ്റ്റ് കൊടുത്തിട്ടുണ്ട്.
പണ്ടേ ഉണ്ടാക്കിയ തീരുമാനമാണ്. ദൈവം എനിക്കൊരു തന്ന ഒരു ബുദ്ധിയാണ്. പക്ഷേ ബില്ലിഗ്രാമിനകത്തായിരുന്നു, പണത്തിനകത്ത്. എൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവവേലക്കാരുടെയൊക്കെ പറയട്ടെ, നിങ്ങളുടെ പണത്തിനകത്ത് നിങ്ങൾ കണക്കുണ്ടായിരിക്കണം. ദൈവവേലക്കാർക്ക് വേണ്ടിയുള്ളതാണ് ഈ ക്ലാസ്. അപ്പൻ്റെടുക്കലും പറയാം, അപ്പച്ചൻ്റെടുക്കലും പറയാം, നിങ്ങളുടെ വരുമാനം എത്ര നിങ്ങളുടെ ഭാര്യയ്ക്ക് അറിയാമോ? എന്തുകൊണ്ട് അറിഞ്ഞുകൂടാ? അതിന് അവൾ അറിയുന്നത് ഞാനല്ലയോ ജോലി ചെയ്യുന്നത്. അവൾ വീട്ടിൽ ജോലി ചെയ്യുന്നില്ലയോ? വേലക്കാരിയല്ല, പാർട്ട്ണറാണ്, ജീവിത സഖി എന്ന് പറയുന്നു, അല്ലേ? ബെറ്റർ ഹാഫ് എന്നൊക്കെ പറയുന്നു. അറിയാനൊരു ബാധ്യതയുണ്ട്. അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതൊരു പ്രൊട്ടക്ഷനായിരിക്കും നിനക്ക്, അത് നിനക്കൊരു സെക്യൂരിറ്റി ആയിരിക്കും. അതുകൊണ്ട് മറ്റുള്ളവരുടെ കുറ്റം പറയത്തില്ല. അത് പറയാം. വില്ലിഗ്രാം ഒരിക്കലും മറ്റുള്ള കുറ്റം പറയത്തില്ല. ഉപദേശം പറയും, പോയി ചോദിച്ചാട്ടെ, ഉപദേശം പറയാം. പക്ഷേ കുറ്റം പറയേണ്ട ആവശ്യമില്ല വേറെ ആരുടെയെങ്കിലും. ഒരിക്കലും ഒരു ദൈവദാസൻ്റെയൊക്കെ പറഞ്ഞു, ഞാൻ എൻ്റെ വായിക്കൊരു സിപ്പിട്ടിട്ടുണ്ട്, വേറൊരാളിനെ കുറ്റം പറയുന്ന ശുശ്രൂഷ ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടില്ല. വേറൊരാളിനെ കുറ്റം പറയാൻ പാടില്ല, അതുകൊണ്ട് കൂട്ടി പറയാൻ പാടില്ല. ഞാൻ ധൈര്യപൂർവ്വം പറയും. കഴിഞ്ഞ പ്രാവശ്യം ഒരിക്കലും ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അല്ലേ, ഞാൻ എന്തെങ്കിലും ഒരു കണക്ക് പറഞ്ഞാൽ, ഇത്ര സഭയുണ്ട് ഞങ്ങൾക്ക് ഇത്ര സുവിശേഷ വേലക്കാരുണ്ട്, ഈ പറയുന്നതിനകത്ത് ഞാൻ അറിയാതെ ചിലപ്പോൾ പറഞ്ഞു തരും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ജമ്മു കാശ്മീരിൽ 66 സഭയുണ്ടെന്ന് പറഞ്ഞാൽ 56 കാണത്തുള്ളൂ. പക്ഷേ ആരെങ്കിലും എനിക്ക് തന്ന റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും ഞാൻ പറഞ്ഞു 66. അറിഞ്ഞുകൊണ്ട് ഞാനൊരു കള്ളം പറഞ്ഞെന്ന് നിങ്ങൾ ആരെങ്കിലും സ്ഥാപിക്കാമെങ്കിൽ, ഞാൻ ഈ വേദോത്സവം താഴെ വെച്ചിട്ട് എളിമയോടെ പറയുകയാണ്, റോഡിൽ പോയി തണ്ടാൻ തയ്യാറാണ്. ഇല്ല, കള്ളം പറയത്തില്ല, അതിശയോക്തി പറയത്തില്ല. ഹല്ലേലൂയ. ഈ 4 പേരും അവരുടെ മരണം വരെ, അവർ 4 പേരും മരിച്ചുപോയി. ഈ 4 പേരും അവരുടെ മരണം വരെ അവരിത് കാത്തു സൂക്ഷിച്ചു. അവരെടുത്ത ഈ മാനിഫെസ്റ്റോ, ഈ തീരുമാനം അവർ കാത്തു സൂക്ഷിച്ചു. അതുകൊണ്ട് ഞാനും പറയുന്നു, നമ്മളും ഏതെങ്കിലുമൊക്കെ തീരുമാനം എടുക്കുമ്പോൾ എഴുതി വെക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ ബൈബിളിൻ്റെ അവസാനം എഴുതി വെക്കാം. അവസാനം കുറച്ച് പേജൊക്കെ വെറുതെ കിടപ്പുണ്ട്. ഇതിനാണെന്നറിയാം, നമ്മുടെ തീരുമാനങ്ങളൊക്കെ എഴുതി വെക്കാനാണ്. ഇനിയും പറയുന്ന ഉപദേശം കൂടെ കേട്ടാട്ടെ. നിങ്ങൾ വേറൊരാളുടെ ബൈബിൾ എടുത്ത് വായിക്കുന്നെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ അവരെഴുതി വെച്ചിരിക്കുന്ന കുറിപ്പുകളൊന്നും വായിക്കാതെ, അതും ദൈവവും അവരുമായിട്ടുള്ള ഇടപാടാണ്. എഴുതി വെക്കുന്നത് വളരെ നല്ലതാണ്. ഒരു ഉദാഹരണം പറയാം. ഞാൻ 10 അങ്ങോട്ടായിരിക്കും സമയത്ത് ഒരു തീരുമാനമെടുത്തു. നേരത്തെ എടുത്ത തീരുമാനമാണ്, പക്ഷേ അന്നൊന്ന് പുതുക്കി അതിന് കാരണമൊക്കെ ഉണ്ടായി. ഞാൻ എഴുതി വെച്ചു, ഞാൻ സ്വത്തുണ്ടാക്കത്തില്ല, എൻ്റെ മക്കളായിരിക്കണം എൻ്റെ സ്വത്ത്. കർത്താവ്, നീ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. അവരുടെ കസിൻ ബ്രദേഴ്സിൻ്റെ കൂടെയൊക്കെ നിൽക്കുന്ന സമയത്ത്, ഞങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ മക്കളുടെ കൂടെയൊക്കെ നിൽക്കുമ്പം അവർ ഇംഗ്ലീഷ് പറയാൻ മടിക്കരുത്, അവർക്ക് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. അവർ പറയരുത്, ഞങ്ങൾക്ക് പഞ്ചാബി മാത്രമേ അറിയത്തുള്ളൂ, ഞങ്ങൾക്ക് ഇവിടുത്തെ ഡോഗ്രി ഭാഷ മാത്രമേ അറിയത്തുള്ളൂ, ഞങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. ഞങ്ങളുടെ വിദ്യാഭ്യാസം നടന്നു. കർത്താവ്, ഞാൻ വേറെ ഒന്നും ചോദിക്കുന്നില്ല. അവർക്കെല്ലാം അവരുടെ കസിൻ ബ്രദേഴ്സിൻ്റെയും സിസ്റ്റേഴ്സിൻ്റെയും കൂടെ നിൽക്കുമ്പോൾ അവരുടെ അത്രയും ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം, അത്രയുള്ള വിദ്യാഭ്യാസം കൊടുക്കണം. ഞാൻ സ്വത്തുണ്ടാക്കത്തില്ല, എൻ്റെ മക്കളായിരിക്കട്ടെ എൻ്റെ സ്വത്ത്. വർഷങ്ങൾ കുറേയേറെ കഴിഞ്ഞു. ഞാൻ സുവിശേഷ വേല വേറൊരാൾക്ക് കൈമാറിയിട്ട് ഡൽഹിയിൽ താമസിക്കുകയാണ്. ആ സമയത്താണ്, അതോ ഞാൻ ഇവിടുത്തെ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്താണ്, എൻ്റെ ഒരു സ്നേഹിതൻ PR മിശ്ര, ഒറീസക്കാരനാണ്, കാനഡക്കാരൻ, സിറ്റിസനാണ്. ഇവിടെ സുവിശേഷ വേലയ്ക്ക് വന്നിട്ട് ഡെറാഡൂണിൽ താമസിക്കുകയാണ്. എനിക്ക് എഴുത്തെഴുതി, വർഗീസ് ബ്രദറെ, ഇവിടെ 2 ഏക്കർ ഭൂമി വിൽക്കാൻ കിടക്കുന്നു. അന്ന് ഡെറാഡൂൺ ക്യാപിറ്റലല്ല, അതൊരു സ്റ്റേറ്റായിട്ട് മാറിയിട്ടില്ല, ഭൂമിക്കൊക്കെ വില കുറവാണ്. ഡൽഹിയിൽ നിന്ന് ഇവിടെ വരാൻ 4 മണിക്കൂറേ ഉള്ളൂ. ഒരു ട്രെയിനിനകത്ത് കയറിയാൽ 4 മണിക്കൂർ ഇവിടെ വരാം. അപ്പോൾ വളരെ അടുത്താണ്. അന്ന് അവിടെ വലിയ എയർപോർട്ടുമില്ല. പറഞ്ഞു, വർഗീസ് ബ്രദറെ, നമുക്ക് 2 ഏക്കർ വിൽക്കാൻ കിടപ്പുണ്ട്, വലിയ വിലയില്ല, അതുകൊണ്ട് നമുക്ക് 2 കൂടെ വാങ്ങിക്കാം. 1 ഏക്കർ ബ്രദറിനും 1 ഏക്കർ എനിക്കും. എൻ്റെ വിചാരം 25,000 രൂപയാണ് 1 ഏക്കറിനെന്ന് തോന്നുന്നു. എനിക്ക് ബ്രദറിനെ ഇഷ്ടമാണ്, എൻ്റെ ഭാര്യയ്ക്ക് ലിലിയെ ഇഷ്ടമാണ്, അതുകൊണ്ട് നമുക്ക് അടുത്തടുത്ത് താമസിക്കാം, അതുകൊണ്ട് നമുക്കിവിടെ പോയാം. ഞാൻ പറഞ്ഞില്ല ഞാൻ സ്വത്തം ഉണ്ടാക്കുന്നത്. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. എൻ്റെയൊക്കെ പ്രഷർ ഇട്ടപ്പോൾ, എൻ്റെ ഒരു ബലഹീനതയാണ്, എൻ്റെ പുറത്ത് പ്രഷർ ഇട്ടപ്പോൾ, ഒത്തിരി സമ്മർദ്ദം ചെലുത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു, ശരിയാ, വാങ്ങിച്ചു കളയാം. നല്ല സ്ഥലം, നല്ല കാലാവസ്ഥ, ഡൽഹിക്ക് അടുക്കലാണ്. ഞാൻ എൻ്റെ അന്ന് പ്രായമായ കോളേജിൽ പഠിക്കുന്ന 2 മക്കളുടെ അഭിപ്രായം ചോദിച്ചു, മൂത്ത അബിയും ആനിയും. ഞാൻ പറഞ്ഞു, ഇങ്ങനെ മിശ്ര ഒത്തിരി പ്രഷർ ഇടുന്നു. അവർ പറഞ്ഞില്ലേ, പാടില്ല, ഡാഡി തീരുമാനമെടുത്തത് ആ സ്വത്തുണ്ടാക്കരുതെന്ന്. എൻ്റെ മനസ്സ് പറഞ്ഞു, അത് പിശാച് പറയിപ്പിച്ചായിരിക്കും. ഞാൻ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. ഞാൻ തീരുമാനിച്ചത്, ഞാൻ ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിൻ്റെ പ്രസിഡൻ്റ് ആയിരിക്കുന്നിടത്തോളം ഞാൻ വാങ്ങിക്കത്തിലാണ്. അവർ പറഞ്ഞു, അല്ല ഡാഡി തീരുമാനിച്ചാൽ
ഉണ്ടാക്കത്തില്ലെന്ന്. ഞാൻ എൻ്റെ ആദ്യത്തെ ബൈബിൾ എടുത്ത്, എൻ്റെ ഒരു ബൈബിൾ 4 വർഷത്തേക്കൊക്കെ 5 വർഷത്തേക്കൊക്കെ കാണത്തുള്ളൂ. അത് കഴിയുമ്പോൾ അതിനകത്തൊന്നും എഴുതാൻ സ്ഥലം കാണത്തില്ല, എല്ലാം വരച്ചും കുറിച്ചുമൊക്കെ വെച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ആദ്യത്തെ ബൈബിൾ എടുത്ത് നോക്കിയപ്പോൾ ഞാൻ കണ്ടു എഴുതി വെച്ചിരിക്കുന്നു. അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഈ തീരുമാനം എഴുതി വെക്കുന്നത് നല്ലതാണ്. ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, ഇല്ല ഞാൻ സ്വത്തുണ്ടാക്കത്തില്ല, എൻ്റെ മക്കളായിരിക്കട്ടെ, എൻ്റെ സ്വത്ത് വേറെ ഒന്നും ചോദിക്കുന്നില്ല. അപ്പോൾ തീരുമാനങ്ങൾ എടുക്കണമെന്നുള്ളതിന് ഒരു ഉദാഹരണമാണ്. എന്നിട്ട് എഴുതി വെക്കണം കേട്ടോ, നിങ്ങൾ എടുക്കുന്ന തീരുമാനം. മൂന്നാമത്തെ കാര്യം, എൻ്റെ ജീവിതശൈലി ഹാർഡ് വർക്കായിരിക്കും, കഠിനാധ്വാനിയായിരിക്കും. എന്ത് ചെയ്തിരുന്നാലും കഠിനാധ്വാനിയായിരിക്കും. ജോലി ചെയ്യുന്നതിൽ എൻ്റെ ശരീരം കൊണ്ട് ജോലി ചെയ്യാൻ ഞങ്ങളുടെ വീട്ടിൽ ആർക്കും അറിയത്തില്ല. എൻ്റെ സഹോദരന്മാർക്ക് ആർക്കും അറിയത്തില്ല, സഹോദരിമാർക്കോ കുറച്ചൊക്കെ അറിയാമായിരിക്കും. എനിക്കറിയാം, ഞങ്ങളുടെ ആ മക്കൾക്ക് ആർക്കും അറിയത്തില്ല. പക്ഷേ കുറച്ച് ജോലിയൊക്കെ ചെയ്യാനറിയാം അല്ലേ. കിഴങ്ങിൻ്റെ വള്ളി ചുറ്റാനറിയാം, വളവിടാനായിട്ടറിയാം, പെയിൻറ്റ് ചെയ്യാനറിയാം, അതൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യുന്നത് ചെറിയ ജോലിയായിരുന്നാലും നിങ്ങൾ കഠിനാധ്വാനിയായിരിക്കും. എൻ്റെ ശൈലിയാണ് കഠിനാധ്വാനം. ഞാനിങ്ങനെ പറയട്ടെ, സുവിശേഷ വേലക്കാരൊക്കെ പറയാണ്, നിങ്ങൾ ചെയ്യുന്ന സുവിശേഷ വേല ഒരു കഠിനാധ്വാനി അല്ലെങ്കിലും ന്യായമായിട്ടെങ്കിലും നിങ്ങൾ ജോലി ചെയ്യാമെങ്കിൽ നിങ്ങളുടെ ചർച്ചിനകത്തൊരു വിപ്ലവം ഉണ്ടാവും, നിങ്ങളുടെ ചർച്ചിനകത്തൊരു വളർച്ച ഉണ്ടാവും. ന്യായമായിട്ടെങ്കിലും വേല ചെയ്താൽ. ഞാൻ ചോദിക്കാൻ പോവാം, പിണങ്ങരുത്. എത്ര പാസ്റ്റർമാർ, എത്ര പട്ടക്കാർ ദിവസം 5 പേരോടെങ്കിലും സുവിശേഷം പറയും? എത്ര പേർ 5 വീട്ടിലെങ്കിലും കയറി സുവിശേഷം പറയും? പൊട്ടെ, ഒരാഴ്ചയിൽ 5 വീട്ടിൽ കയറി സുവിശേഷം പറയും ക്രിസ്തുവിനെ പറ്റി അറിയാൻ വയ്യാത്തവരോട്. ഹല്ലേലൂയ. പുതിയ ആളുകളോട് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എത്ര പേര് സുവിശേഷം പറയും? 5 വീടുകൾ പോകുന്നുണ്ടോ? ഹല്ലേലൂയ. ഇന്നെല്ലാവരും വർക്ക് ഫ്രം ഹോമാണ് അല്ലേ. എന്ന് പറഞ്ഞാൽ എന്താ പറയുക, വീട്ടിൽ ഇരിക്കുക, അപ്പനെയും അമ്മയും നോക്കി കഴിയുവാണ്, മക്കളെയൊക്കെ വളർത്തുവാണ്, സഹോദരിയുടെ മക്കൾക്കും അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കുക. ചോദിച്ചാൽ എന്താ പറയുക, ഞാൻ ഫുൾ ടൈം ദൈവവേലയിൽ. എന്തോ ദൈവവേല ചെയ്യുന്നത്? അപ്പനെ നോക്കി അമ്മ, അയ്യോ നോക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്? അല്ല. മക്കളെ നോക്കരുതെന്നാണ് പറഞ്ഞത്? അല്ല. സഹോദരിയുടെ മക്കളെ നോക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്? പക്ഷേ ദൈവവേല എന്ത് ചെയ്തു എന്നുള്ളത് ചിന്തിക്കേണ്ടത് നല്ലതല്ലേ. നിങ്ങളുടെ ഈ ജോലി, നിങ്ങൾ ചെയ്യുന്ന ദൈവത്തിന് വേണ്ടി ജോലി ചെയ്ത അത്രയും ജോലി, നിങ്ങളൊരു ഫാക്ടറിയിൽ പോയിട്ട് ജോലി ചെയ്യാൻ നിങ്ങൾക്ക് മാസാവസാനം ശമ്പളം തരുമോ? ഇല്ല. നിങ്ങളെന്നോട് പിണങ്ങും, എനിക്കറിയാം അല്ലേ. ഞാൻ പട്ടാളത്തിലായിരിക്കുന്ന സമയത്ത് പട്ടാളത്തിൻ്റെ ഓരോ വണ്ടിയിലും അതിൻ്റെ വില എഴുതി വെച്ചിട്ടുണ്ട്. ജീപ്പിൻ്റെ, മോട്ടോർ സൈക്കിളിൻ്റെ, ട്രക്കിൻ്റെ, എല്ലാത്തിൻ്റെ. എന്തിനാ? അത് ഓടിക്കുന്ന ഡ്രൈവർ അറിയണം ഇതിൻ്റെ വില ഇന്നതാ, ഞാൻ സൂക്ഷിച്ചോടിക്കണം. ഞാൻ നിങ്ങളൊക്കെ പറയുന്നു, നിങ്ങൾ ചെയ്യുന്ന വേലയെപ്പറ്റി നിങ്ങൾ ചിന്തിക്കണം. ഞാൻ എൻ്റെ ഓഫീസറോടൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് 1 മാസത്തെ ശമ്പളം എത്രയാണ്? അത് വെച്ചിട്ട് 25 ദിവസത്തെ 5 ദിവസത്തെ അവധി അങ്ങ് പോകും. 25 ദിവസത്തേക്ക് 8 മണിക്കൂർ വെച്ച് ചെയ്യുമ്പോൾ 1 മണിക്കൂർ നേരത്തെ എത്ര ശമ്പളമാണ്? ചിന്തിക്കുക. ഒരു ദിവസം എത്രയാണ്? 1000 രൂപയുണ്ടോ? വൈകുന്നേരം ചിന്തിച്ചാട്ട്, നിങ്ങൾ അത്രയും ജോലി ചെയ്തോ? 1000 രൂപയുടെ ജോലി ചെയ്തോ? എന്തുകൊണ്ടില്ല? ദൈവവേലക്കാർക്ക് പറയണം, നിങ്ങൾ ഹാർഡ് വർക്കറായിട്ട് മാറണം. നിങ്ങൾ ഹാർഡ് വർക്കറായി മാറണം. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യാൻ വരുന്ന ഒരാൾ 3 മണിക്കൂറേ ജോലി ചെയ്തുള്ളൂ. എന്നിട്ട് വന്നിട്ട് പറയാം എൻ്റെ കൂലി ഇതാന്ന് പറഞ്ഞാൽ കൊടുക്കുമോ? ഇല്ല അല്ലേ. 5 മണിക്കൂർ ചെയ്യണമെങ്കിൽ നമ്മൾ അവരെ കൊണ്ട് നോക്കിയേക്കും 6 മണിക്കൂർ ചെയ്യാൻ ഒക്കോ? 8 മണിക്കൂർ ചെയ്യണമെങ്കിൽ നമ്മൾ നോക്കും 9 മണിക്കൂർ ചെയ്യിക്കാൻ ഒക്കോ? ഹല്ലേലൂയ. ഞങ്ങളുടെ 10-ാം കോട്ട് ആയിരിക്കുന്ന സമയത്ത് സുവിശേഷ വേലക്കാരുടെ മീറ്റിങ്ങിന് പ്രസംഗിക്കാനായിട്ട് ഞാൻ ഒരാളിനെ വിളിച്ചു. പേരാലോചിച്ച് നോക്കട്ടെ, യൂസഫ് റാം, പാസ്റ്റർ യൂസഫ് റാം. അദ്ദേഹം വന്ന് പ്രസംഗം ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, ദിവസം ഒരാളിനോടെങ്കിലും സുവിശേഷം പറയാത്ത ഉപദേശിമാരുടെ ആഹാരം നിർത്തിക്കളയണമെന്ന്. ഇച്ചിരി കട്ടിയായിട്ട് തോന്നി. ശരിയല്ലയോ? ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ ഒരാളിനോടെങ്കിലും സുവിശേഷം പറയാനൊത്തില്ല എങ്കിൽ അല്ലേ. ചാത്തന്നൂരുള്ള ഒരാൾ, അദ്ദേഹത്തിന് കടയായിരുന്നു, കട ക്ലോസ് ചെയ്തു. ഞങ്ങളുടെ ഓഫീസിൽ പ്രവർത്തിക്കാനായിട്ട് വന്നു, അഡ്മിനിസ്ട്രേറ്ററായിട്ട് വന്നതാണ്. അദ്ദേഹം ഒരു ദിവസം വന്നിട്ട് 2, 3, 4, 5 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഞാനില്ലായിരുന്നു. അന്നേരം പറഞ്ഞു അദ്ദേഹത്തിനൊരു കുറ്റബോധമുണ്ടെന്ന്. കാരണം അദ്ദേഹം ചാത്തന്നൂർ കട നടത്തിക്കൊണ്ടിരിക്കുമ്പം രാവിലെ 9 മണിക്ക് കട തുറക്കും. സ്റ്റേഷനറി കടയില്ല, അപ്പോൾ രാവിലെ തുറക്കണം, പിള്ളേർ പള്ളിക്കൂടത്തിൽ പോകുന്നതിന് മുമ്പേ. രാത്രി 8 മണി വരെ കട തുറന്നിരിക്കും. എന്ന് പറഞ്ഞാൽ 11 മണിക്കൂർ ജോലി ചെയ്യും. സുവിശേഷ വേലയ്ക്ക് വന്നു കഴിഞ്ഞപ്പോഴോ ഓഫീസിൽ 8 മണിക്കൂർ. പറഞ്ഞ് ഞാൻ ദൈവത്തിൻ്റെ വേല ചെയ്യുമ്പം കുറച്ചുകൂടെ വേല ചെയ്യേണ്ടതല്ലേ. ഞാൻ നിങ്ങളൊക്കെ പറയുകയാണ്, എൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവദാസന്മാർ ശ്രദ്ധിക്കണം. നമ്മളും 8 മണിക്കൂർ, പോട്ടെ 5 മണിക്കൂറെങ്കിലും വേല ചെയ്യാമെങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ സഭയ്ക്കകത്തൊരു എക്സ്പ്ലോഷൻ ഉണ്ടാവും. നമ്മുടെ ദൈവവേല തിടുക്കത്തിലായിത്തീരും. നമ്മുടെ സഭകളെല്ലാം വളരുവാനിടയായിത്തീരും. അത് മർത്തോമ സഭയാണെങ്കിലും, യാക്കോബ സഭയാണെങ്കിലും, പെന്തിക്കോസ്ത് സഭയാണെങ്കിലും, ബ്രദറൻ സഭയാണെങ്കിലും ഹല്ലേലൂയ, ഒരു ഹാർഡ് വർക്കറായിട്ട് നമുക്ക് മാറ്റാം.
4 സരള ജീവിതം. ഞാൻ എൻ്റെ ആദ്യം മുതലുള്ളതാണ്. ഞാൻ അങ്ങനെ വളർന്നതല്ല. എൻ്റെ തോട്ട സൂപ്രണ്ടിൻ്റെ മോനാണ്. മാത്രമല്ല ഞാനൊരു ധാരാളിയായിട്ടാണ് വളർന്നത്. ഒരിക്കൽ ഞങ്ങൾ ഡൽഹിയിലേക്ക് വരികയാണ്. റെയിൽവേ സ്റ്റേഷനിൽ വന്നു. എൻ്റെ പെങ്ങളന്ന് രാജി ഡൽഹിയിലാണ് ജോലി ചെയ്യുന്നത്. അവൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. വന്നു കഴിഞ്ഞും വെച്ച് ഞങ്ങൾ ആട്ടോയിൽ വന്നുമ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് ഒരു സ്ഥലത്തോട്ട് പോകണം. ഞാൻ ബെഡ് ഓർഡർ എടുത്ത് തലയിൽ വെച്ചു, ഞങ്ങളുടെ ബെഡും എല്ലാം കൂടെ. ലില്ലി കുഞ്ഞുങ്ങളെല്ലാം കൈക്ക് പിടിച്ചു. അവർ ഓരോന്നൊക്കെ എടുത്തുകൊണ്ട് പോവുക. ഞങ്ങളൊരു 2 മാസത്തെ സുവിശേഷ വേലയ്ക്ക് പോകുന്ന വഴിയാണ്. എൻ്റെ പെങ്ങൾ രാജി പറയുന്നുണ്ട് അങ്ങ് ചിരിക്കാൻ തുടങ്ങി. അവൾ ചിരിക്കുമ്പോൾ അവിടെ മൂക്കെല്ലാം കൂടി ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. അവൾ കേൾക്കുന്നുണ്ടായിരിക്കും ഇത്. അങ്ങ് ചിരിയോടെ ചിരിച്ചു. എന്താ, പണ്ട് കള്ളച്ചോറ് തിന്നപ്പോൾ കുറച്ചേറെ ഫ്രീ ആയിട്ട് അടിച്ചതല്ലേ ഇപ്പോൾ ചുമക്ക്. എൻ്റെ കയ്യിൽ 5 രൂപ കൊടുത്തിട്ട് അത് ഒരു കൂലിക്കാരനെ കൊണ്ട് എടുപ്പിക്കാൻ നിവൃത്തിയില്ലാഞ്ഞിട്ടല്ല. ഒരു സരള ജീവിതം. എൻ്റെ വാച്ചിൻ്റെ വില 300 രൂപയാണ്. എറണാകുളത്ത് റോഡ് സൈഡിൽ നിന്ന് വാങ്ങിച്ചാണ്. ഒരൊറ്റ സെക്കൻഡിന് വ്യത്യാസമില്ല. പിന്നെന്തോ വേണം? 1,00,000 രൂപയുടെ വാച്ചും എൻ്റെ വാച്ചും ഒരേ സമയം അതായിരുന്നു. അതിന് മുമ്പേ ഉണ്ടായിരുന്ന എൻ്റെ വാച്ചിൻ്റെ വില 185 രൂപയാണ്. ആരെയും കാണിക്കാനല്ല, അതുകൊണ്ട് 185 രൂപയായിരുന്നു. ഒറ്റ സെക്കൻഡ് വ്യത്യാസം. 5 വർഷം ഓടി. 5 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ 300 രൂപയുടെ വാങ്ങിച്ചത്. ഞാൻ നിങ്ങൾക്ക് പറയും, ഞാൻ ചെയ്ത അത്രയും നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമുക്ക് ചിന്തിക്കാം, ഒരു സരളമായ ജീവിതം അല്ലേ. ഞാൻ കർണാടകത്തിൽ സുവിശേഷ വേലയ്ക്കായിട്ട് പോകാൻ തീരുമാനിച്ചു. പട്ടണങ്ങളിൽ പ്രധാനപ്പെട്ട പട്ടണം എന്ന് പറയുന്നത് ബാംഗ്ലൂരാണ്, പിന്നെ മംഗലാപുരമാണ്. ഞാൻ അവിടേക്കും അല്ല പോകാൻ ഉദ്ദേശിച്ച് ചെറിയ പട്ടണങ്ങളിൽ പോകാം. ബാംഗ്ലൂരിൽ ചെന്നിറങ്ങും, എന്നിട്ടൊരു വണ്ടിക്കകത്ത് അടുത്ത പട്ടണത്തിൽ, പിന്നെ അടുത്ത പട്ടണത്തിൽ, അങ്ങനെ ഓരോ ദിവസത്തെ മീറ്റിംഗ് നടത്തി പോകാൻ ഒരാഗ്രഹം. ചിലയിടത്ത് മാത്രം 2 ദിവസം. പക്ഷേ കർണാടകം മുഴുവൻ വനമാണ്. ഒരു പട്ടണത്തിൽ നിന്ന് വേറൊരു പട്ടണത്തിലേക്ക് പോകുമ്പോൾ ഏകദേശം 2 മണിക്കൂറോ 3 മണിക്കൂറോ ചിലപ്പോൾ വനത്തിൻ്റെ നടുക്കൂടെ ആയിരിക്കും പോകേണ്ടി വരുന്നത്. ചിലപ്പോൾ അതിൽ കൂടുതലും കാണും. അപ്പോൾ വൈകിട്ട് നേരത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. രാത്രിയിലായി യാത്ര ചെയ്യുന്നത്. വഴിയിലെവിടെയെങ്കിലും ചെന്ന് വണ്ടി കേടായിപ്പോയാലെന്തോ ചെയ്യും. അപ്പം ഞാൻ 15 പേർക്ക് ഓരോ എഴുത്തെഴുതി. എല്ലാം ഇന്ത്യക്കാരാണ്, മലയാളികളാണ്. ഞാൻ എഴുതി, എനിക്കൊരു നല്ല വണ്ടി വേണം. ഞാൻ കർണാടകത്തെ സുവിശേഷ വേലയ്ക്ക് പോകുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു വണ്ടി വേണം. നിങ്ങൾ പ്രാർത്ഥിക്കുമോ? പെട്ടെന്ന് തന്നെ വെൺമണിയിലുള്ള ഒരാൾ എനിക്ക് എഴുത്തെഴുതി. വർഗീസ് വേറെ, ഞാനൊരു ടൊയാറ്റോ ഫോർച്യൂണർ വാങ്ങിച്ചു തരാം. ഞാൻ അതിൻ്റെ വിലയൊക്കെ അന്വേഷിച്ചു. അന്ന് 27 ലക്ഷം രൂപയായിരുന്നു. ഇപ്പോൾ അതൊക്കെ കൂടി. അന്ന് 27 ലക്ഷം രൂപയാണ്. ഞാൻ പറഞ്ഞു, ബ്രദറെ എനിക്ക് അത്രയും വില കൂടിയത് വേണ്ട. അതേ ക്വാളിറ്റി തന്നെയാണ് മഹീന്ദ്രയുടെ സ്കോർപിയോ. 16 ലക്ഷമേ ഉള്ളൂ അന്നത്തെ വില. 11 ലക്ഷത്തിൻ്റെ വ്യത്യാസം. 11, 16, 10, 26, 11 വർഷത്തിന് വ്യത്യാസമുണ്ട്. ഏകദേശം ഒരുപോലെയാണ്. എന്തുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ വില കുറഞ്ഞത് ഉണ്ടാക്കിയെടുക്കാൻ പാടില്ല? അത് കഴിഞ്ഞ് വെച്ച് ഞാൻ 11 ലക്ഷം കൊണ്ട് എനിക്ക് 15 പേർക്ക് മോട്ടോർ സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ എനിക്ക് 5, 8, 10 ക്രൂസ് റൈഡ് നടത്താം. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ നടത്തുവാൻ സാധിക്കും. ക്വാളിറ്റി സെയിമാണ്. പിന്നെ എന്തിന് ഞാൻ കുറച്ചുകൂടെ പണം ചിലവാക്കി വലിയതാണ് ഒരു കെട്ടിടം പണിതാൽ? ഞാനൊരു കെട്ടിടം പണിതാൽ നല്ല കെട്ടിടം പണിയാൻ ശ്രമിക്കും. നല്ല ഇഷ്ടികയായിരിക്കും, നല്ല സിമെൻ്റ് ആയിരിക്കും, എല്ലാം നല്ലതായിരിക്കും. പക്ഷേ അതിനകത്ത് ഞാൻ ധാരാളിത്തം ഒഴിവാക്കാൻ നോക്കും. ഉദാഹരണം പറഞ്ഞുതരാം. ഞാനിവിടെ ഡൽഹിയിലെ കെട്ടിടം പണിതു അതിനപ്പുറത്ത് നേരെ അവിടെയാണിപ്പോൾ പ്രേ ഗ്രൂപ്പ് ഉള്ളത്. അതിനപ്പുറത്ത് ഞങ്ങളുടെ ആളുകൾ താമസിക്കുക. എൻ്റെ മേശ്ശേരി പറഞ്ഞു, നമുക്കിതിൻ്റെ പുറത്ത് പ്ലാസ്റ്റർ ചെയ്യണം. ഞാൻ പറഞ്ഞു, ഇതിനെ പ്ലാസ്റ്റർ ചെയ്യുന്നത്? ഞാൻ കത്തോലിക്കരെ കണ്ടിട്ടുണ്ട്. അവർ സ്കൂളും ഒക്കെ പണിയുമ്പോൾ മിക്കവാറും 99% അവർ പുറത്ത് പ്ലാസ്റ്റർ ചെയ്യത്തില്ല. അവർ ഇഷ്ടിക പോലിട്ടിരിക്കുകയാണ്. കാരണം അവിടുത്തെ ഇഷ്ടിക ഇട്ട് കഴിഞ്ഞാൽ 30 വർഷം കഴിഞ്ഞിട്ട് മാത്രമേ പിന്നെ അതിനകത്ത് പെയിൻറ്റ് ചെയ്യേണ്ടി വരത്തുള്ളൂ. പ്ലാസ്റ്റർ ആണെങ്കിലോ 2ാമത്തെ 3ാമത്തെ വർഷത്തിൽ പ്ലാസ്റ്റർ ചെയ്യണം. ഞാൻ പറഞ്ഞു, വേണ്ട, സിമെൻറ്റ് കലക്കി കോരി ഒഴിച്ചാട്ട്, എന്നിട്ട് അതിൻ്റെ പുറത്ത് ചൂല് വെച്ച് തൂത്താട്ട്. ഞാൻ ചെയ്യിച്ചു. സരളമായ ജീവിതം നല്ലതല്ലയോ? ഉറപ്പല്ലയോ? പ്ലാസ്റ്റർ ചെയ്യുന്നതിനേക്കാൾ ഉറപ്പാണ്. നമ്മുടെ എല്ലാം ജീവിതത്തിനകത്ത് നമുക്ക് സരളമായ ഒരു ജീവിതം കൊണ്ടുവരാം. കേരളത്തിലെ ധാരാളികൾ ക്രിസ്ത്യാനികളാണ്. സംശയമുണ്ടോ? ബാക്കിയുള്ളവരെക്കാൾ കൂടുതൽ ധാരാളികളായിട്ട് നിങ്ങൾ പത്രം എടുത്ത് നോക്കിയാട്ടെ. വർത്തമാന പത്രം
25-ാം വിവാഹ വാർഷികം. എടാ ഇത് ചെയ്തിട്ടെന്തോ പറയാനും 50-ാമത്തെ 60-ാമത്തെ 70-ാമത്തെ വർഷം. ഞാൻ പറയും ഇതിന് എത്ര രൂപ ചിലവായി? ഈ രൂപ കൊണ്ട് നിങ്ങൾക്കൊരു പാവപ്പെട്ടവനൊരു വീട് വെച്ച് കൊടുക്കാനൊക്കും, ഒരു കുഞ്ഞിന് വിദ്യാഭ്യാസം കൊടുക്കുവാനൊക്കും. എത്രയോ കുഞ്ഞുങ്ങളുണ്ടെന്നറിയാം, നല്ല മാർക്ക് വാങ്ങിച്ച് 12-ാം ക്ലാസ്സിൽ പാസ്സായി, പക്ഷേ BSc നഴ്സിങ്ങിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്, ഒക്കുന്നില്ല. എൻജിനീയറിങ്ങിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്കറിയാം കുഞ്ഞുങ്ങൾ മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസം നിർത്തിയവരെ എനിക്കറിയാം, ക്രിസ്ത്യാനികൾ എനിക്കറിയാം. എന്താ കാര്യം? അപ്പൻ മരിച്ചു പോയി, അപ്പൻ്റെ ജോലി പോയി, ഇനിയും പോകാൻ നിവർത്തിയില്ല, മുറിക്കകത്ത് കതവടച്ചിട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ പണം കുറച്ച് ലാഭിക്കാമെങ്കിൽ, നിങ്ങളുടെ പാഴ്ചെലവ് കുറച്ച് ലാഭിക്കാമെങ്കിൽ ഒരു കുഞ്ഞിന് വിദ്യാഭ്യാസം കൊടുക്കാനൊക്കും, ഒരു പാവപ്പെട്ട കുഞ്ഞിന് വിവാഹം നടത്തി കൊടുക്കുവാനൊക്കും, ഒരു പാവപ്പെട്ട മനുഷ്യനൊരു വീട് വെച്ച് കൊടുക്കാനൊക്കും. ചിലരുടെ കല്യാണത്തിനൊക്കെ ചിലവാക്കുന്ന രൂപ എത്ര? ദൈവദാസന്മാരുടെ കണക്ക് പറയാം. എത്ര രൂപ ഒരു ദൈവദാസൻ്റെ? ഏത് സഭയിലെയാന്ന് ഞാൻ പറയത്തില്ല കേട്ടോ. 2000 പേരായിരുന്നു കല്യാണത്തിന് വന്നേ. അതിൽ കുറച്ച് നടത്തിയ കല്യാണം ഉറയ്ക്കത്തില്ലയോ? എൻ്റെ മൂത്തമ്മയുടെ കല്യാണം ഉറച്ചത് ഇതിനപ്പുറത്തെ ഒരു വീടിൻ്റെ മിറ്റം വെച്ച് ഇതാണ്. നല്ല മിറ്റമാണ് കേട്ടോ, പോച്ചയിട്ട മിറ്റമാണ്. ഇതിനപ്പുറത്താണ് നടത്തിയത്. 75 പേരെ ഉണ്ടായിരുന്നു മൊത്തം. അന്നും എൻ്റെ ഓഫീസിൽ 40 പേരെ ഉണ്ട്, ഒരാളിനെ വിളിച്ചില്ല. അവരുടെ കല്യാണം ഇന്നും ഉറച്ചായിരിക്കുന്നത്. എൻ്റെ 2ാമത്തെ മോടെ കല്യാണത്തിന് ആകെ ഉണ്ടായിരുന്ന പ്ലേറ്റ്, ചോറുണ്ട പ്ലേറ്റ് 124 പേർക്കേ ഉള്ളായിരുന്നു. ഞാൻ ചെയ്തത്രയും വിപ്ലവം നിങ്ങൾ ഉണ്ടാക്കിയില്ലേലും ചിലവ് കുറയ്ക്കാൻ ഒക്കുന്നിടത്ത് ചിലവ് കുറയ്ക്കുക. ചിലത് മാമോദീസ പാർട്ടി, കൊച്ചിന് മാമോദീസ കഴിഞ്ഞാൽ പാർട്ടി എന്തോ കൊച്ചിൻ്റെ മാമോദീസ കഴിച്ച് കഴിഞ്ഞ് ഒരു വലിയ പാർട്ടി കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങളുടെ വല്യപ്പച്ചനുണ്ടായിരുന്നു, നിങ്ങളുടെ അപ്പച്ചനുണ്ടായിരുന്നു, എന്തിനീ പാഴ്ചെലവാ? അതുകൊണ്ട് ഒരാൾക്ക് ജീവൻ കൊടുക്കാനൊക്കും, വീടില്ലാത്ത ഒരാൾക്ക് വീട് പണിത് കൊടുക്കാനൊക്കും, കോളേജ് പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാത്തൊരു കുഞ്ഞിനെ കോളേജിൽ അയക്കുവാനൊക്കും, ഏതെങ്കിലുമൊക്കെ കാര്യം ചെയ്യാം. 10 സഭാകൾ പണിത് കൊടുക്കാനൊക്കും, അല്ലേ? ചിലർക്ക് 1-ാം ജന്മദിനം, 2-ാം ജന്മദിനം പാർട്ടി. അല്ല, പാർട്ടി നടത്തണമെങ്കിലും ഒരു കപ്പ് കാപ്പിയും ഒരു സമൂസായും കൂടെ പോരായോ? എത്ര രൂപയായിരുന്നു ചിലവ്? എൻ്റെ തീരുമാനം നിങ്ങളുടെ ആവണ്ട, പക്ഷെ ഒന്നുകൂടെ ചിന്തിച്ചാട്ടെ. ഇല്ലേ, പണ്ടൊക്കെ ചത്ത് കഴിഞ്ഞ് വെച്ച് നമ്മൾ ശവം എടുത്തുകൊണ്ട് പോകുന്നത് കാൽനടയായിട്ടായിരുന്നു. പിന്നെ മാറി അത് ശവമഞ്ചമാക്കി, പിന്നീട് ഒരു ലോറിക്കകത്താക്കി, ഇപ്പോൾ 2 ലോറിക്കകത്താണ്. എത്ര രൂപ ചിലവ്? ഒരിടത്ത് ശവപ്പെട്ടിക്ക് വെച്ചിരുന്നത് 10 ലക്ഷം രൂപ ഒരു ശവപ്പെട്ടിക്ക്. കണ്ടുമുച്ച ഒരാൾ പറഞ്ഞു, അങ്കിളെ അത് കണ്ടിട്ട് അതിനകത്തൊന്ന് കയറി കിടക്കാൻ തോന്നി, ഇപ്പോൾ എത്രയും കാരണം ലൈറ്റ്. പിന്നെ രാത്രി വെളിമിച്ച് രാത്രി കിടക്കുമ്പോൾ ബൈബിൾ വായിക്കണ്ടായോ? പാഴ്ചെലവുകളോട്. എൻ്റെ അമ്മച്ചിയെ ഞാൻ ഇവിടെ ശവമടക്കം നടത്തിയാണ്. ശവപ്പെട്ടിക്കാരൊക്കെ ഞാൻ ചോദിച്ചാൽ ഏറ്റവും കുറഞ്ഞ ശവപ്പെട്ടിയാണെന്ന്. എൻ്റെ അമ്മയോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ? അല്ല, സ്നേഹമുണ്ടായിരുന്നു. പുഴു തിന്നാനുള്ളത്, ചെതൽ തിന്നാനുള്ളതിനകത്ത് ഞാൻ 10 ലക്ഷം ചിലവാക്കിയിട്ട് എന്ത് ലാഭം? അതിനകത്ത് ലൈറ്റ് ഇട്ട് കൊടുത്തിട്ട് എന്ത് ലാഭം? അതിനകത്ത് കാർപ്പറ്റ് ഇട്ട് കൊടുത്തിട്ട് എന്ത് ലാഭം? അതിനകത്ത് പൂ വിതറിയുകൊണ്ട് എന്ത് ലാഭം? ഞാൻ പറഞ്ഞില്ല കുഞ്ഞുങ്ങളെ, നിങ്ങളെല്ലാവരും ദരിദ്രരെ പോലെ ആക്ട് ചെയ്യണമെന്ന്. പക്ഷേ കുറച്ചെങ്കിലുമൊക്കെ ലാഭിക്കാൻ ഒക്കുമെങ്കിൽ പഠിത്തം നിർത്തി ഒരാളിന് പഠിപ്പിക്കാൻ സഹായിക്കാം. ചോരുന്ന വീട്ടിനകത്ത് മേളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടിരിക്കുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഉണ്ടോ? എന്തുകൊണ്ട് അവർക്കൊരു വീട് പണിത് കൊടുക്കുവാൻ സാധിക്കുന്നില്ല? വാടക വീട്ടിൽ താമസിക്കുന്ന എത്രയോ പേരുണ്ട്, നിങ്ങളുടെ സഭയിലുണ്ട്. ക്രിസ്ത്യാനികളിൽ ആർഭാടത്തിന് മുന്നിൽ നിൽക്കുന്നത് ഏത് സഭക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല, വീട് ചെറിയ കൊട്ടാരം പോലെയാണ്, കാറ് വില കൂടിയ ഇത് തന്നെയാണ്. 1 അല്ല 5-6 എണ്ണം ഞാൻ കണ്ടതാണ്. നമുക്ക് തിരികെ നടക്കാം. എത്ര വലിയ വീട് വേണമെന്ന് ചിന്തിക്കുന്നതിനേക്കാൾ എത്ര ചെറിയ വീടുണ്ടെങ്കിൽ നമ്മുടെ കാര്യം സാധിക്കും. ഞാൻ പറഞ്ഞില്ല ചെറ്റപ്പുരയിൽ താമസിക്കാൻ, ഇല്ല, എത്ര വലിയ വീടെന്നുള്ളതിന് വരാം. എത്ര ചെറുതായാൽ മതിയാകും എന്ന് ചിന്തിക്കാം. എത്ര കൂട്ടാനുണ്ടെങ്കിൽ നമുക്ക് ആഹാരം കഴിക്കാമെന്ന് ചിന്തിക്കുന്നതിന് പകരം എത്ര കുറച്ചുണ്ടെങ്കിൽ മതിയാകുമെന്ന് ചിന്തിക്കാം. ഇന്നലെ ഞാൻ ഉച്ചയ്ക്ക് ചോറുണ്ണാൻ എടുത്തു. ലില്ലി ഇവിടെ ഇല്ല, ലില്ലി യാത്രയിലാണ്. അപ്പം ഞാൻ കൂട്ടാനെടുത്ത് വെച്ചു, 2 കൂട്ടാൻ, പിന്നെ തൈരും. ചെറിയൊരു കുറ്റബോധം പോലെ തോന്നിയോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തൈരിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. എത്ര കൂട്ടാൻ വേണമെന്ന് പറഞ്ഞാൽ എത്ര കുറച്ചുണ്ടെങ്കിൽ കാര്യം നടക്കാം. വിവാഹത്തിന് നമുക്ക് എത്ര പേരെ വിളിച്ചാൽ കാര്യം സാധിക്കും. ഹല്ലേലൂയ. എൻ്റെ മൂത്ത മോടെ കല്യാണം നടത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചു, കർത്താവേ,
വിവാഹം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത 5 പെൺകുട്ടികളുടെ വിവാഹം നടത്തുവാനുള്ള കൃപ എനിക്ക് തരണമേ. നടത്തി. രൂപ കൊടുത്തു. മുഴുവൻ രൂപയും കൊടുത്തില്ല, എങ്കിലും കുറച്ച് രൂപ കൊടുത്തു. ഒരു മനസ്സിൻ്റെ ഒരു സന്തോഷം. അത് കഴിഞ്ഞപ്പോഴാണ് വേറൊരു ചിന്ത വന്നത്. ഒറീസയിലൊക്കെ അനേകം വിശ്വാസികളുണ്ട്, ഞങ്ങളുടെ തന്നെ വിശ്വാസികൾ. അവരുടെ ആരുടെയും കല്യാണം നടത്താൻ അവർക്ക് നിർത്തില്ല. കാരണം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് അപ്പൻ നോക്കാനില്ല. പിന്നെ ഒടുന്നുള്ളതും ഞങ്ങൾ കല്യാണം നടത്തി. എൻ്റെ വിചാരം ശരിയായിട്ടുണ്ടെങ്കിൽ ഇതുവരെ 250 പേരിൽ കല്യാണം നടത്തി കൊടുത്തിട്ടുണ്ട്. ഈ വർഷത്തിൽ 2-3 മാസത്തിന് മുമ്പ് ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് ഷാജി വർഗീസ് ഒരു മാസ് മാരേജ് നടത്തി. 53 പെൺകുട്ടികളാവുന്നത്. അവരുടെ ഭർത്താക്കന്മാരോ അവരുടെ വസ്ത്രം മുഴുവൻ കൊടുത്തു. അവർക്കെല്ലാം വരാനായിട്ടൊരു ലോറി പിടിച്ചു കൊടുത്തു. അവരെല്ലാം കൂടെ ചെറുക്കനും പെണ്ണിനും എല്ലാം കൂടി ഇരിക്കുക. ചെറുക്കനും പെണ്ണിനും അവരുടെ അമ്മയപ്പന്മാർക്കും ഡെസ്ക് ഇട്ട് കൊടുത്തു. ബാക്കിയുള്ളവരെല്ലാം കൊടുത്തു. ഗ്രാമത്തിൽ നിന്ന് വന്നവർക്ക് എല്ലാവർക്കും ആഹാരം കൊടുത്തു. ആ പെൺകുട്ടികൾ പറഞ്ഞു, ഈ കല്യാണം നിങ്ങൾ നടത്തി തന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആമ്പിള്ളാരോട് ഒളിച്ചോടിപ്പോയി എന്ന് നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ മാന്യമായിട്ടൊരു ക്രിസ്തു വിവാഹം നടത്തിയെന്നാണ്. എവിടെ നടത്തിയത്? ആരാണ്ടൊക്കെ 25,000 രൂപ വെച്ച് തന്നാണ് ഒരു കല്യാണം നടത്തിയത്. അവരുടെ മുഴുവൻ വസ്ത്രം, അവരുടെ ആഹാരം, വരുന്ന ട്രക്ക് മുഴുവനും കൂടെ. ഞാൻ നിങ്ങളൊക്കെ പറയുന്നു, നമുക്ക് ഇത് ചെയ്യാനൊക്കെ. വീടില്ലാത്തവർക്ക് വീടാണ്, പഠിക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക് നമ്മളൊരു കുറച്ചുകൂടെ ഒന്ന് ചിലവ് ചുരുക്കി കഴിഞ്ഞാൽ ഹല്ലേലൂയ, ഒരു സരള ജീവിതം നയിച്ചാൽ ഹല്ലേലൂയ, നമ്മളൊരു സരള ജീവിതം നയിക്കാമെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ്. കേരളത്തിലെ വീടില്ലാത്ത ഒരു ക്രിസ്ത്യാനി ഒരു സഭയിലും ഉണ്ടായിരിക്കത്തില്ല. വീടില്ലാത്ത ഒരു ക്രിസ്ത്യാനി ഉണ്ടായിരിക്കത്തില്ല. പഠിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു കുഞ്ഞും പൈസ ഇല്ലാത്തത് കൊണ്ട് വീട്ടിൽ നിൽക്കത്തില്ല. ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്. ഒരാൾക്ക് 90 സെൻറ്റ് ഭൂമിയുണ്ടെന്നിരിക്കട്ടെ, ഏകദേശം 1 ഏക്കർ, പോട്ടെ 45 സെൻറ്റ് ഭൂമിയുണ്ട്, അല്ലെങ്കിൽ 35 സെൻറ്റ് ഭൂമിയുണ്ട്, അല്ലെങ്കിൽ കുറച്ച് 20. അതിനകത്തൊരു 5 സെൻറ്റ് ആർക്കെങ്കിലും പുരയിടമില്ലാത്ത വീടില്ലാത്ത ഒരാൾക്ക് കൊടുക്കുന്നതിനെ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടില്ല? ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള 4 മുദ്രാവാക്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നിങ്ങൾക്ക് ആഹ്വാനത്തിൻ്റെ മുദ്രാവാക്യമാണ്. നിങ്ങൾക്കൊരു വീട് ദൈവം തന്നു കഴിഞ്ഞാൽ, ഒരു വീടില്ലാത്ത ഒരു മനുഷ്യൻ ഒരു വീടിന് വേണ്ടി സഹായിക്കാം. ഒരു വീട് മുഴുവൻ നമുക്ക് പണിയിക്കാൻ ഒക്കും ഇല്ല. ഒരു മുറിയെങ്കിലും പണിയിക്കാം, അല്ല ഒരു കതകെങ്കിലും വാങ്ങിച്ചു കൊടുക്കാം, അല്ല 1000 അല്ലെങ്കിൽ 500 ഇഷ്ടിയെങ്കിലും വാങ്ങിച്ചു കൊടുക്കാം. ദൈവം നിങ്ങൾക്കൊരു വീട് തന്നു കഴിയുമ്പോൾ. നിങ്ങളുടെ മക്കളുടെ വിവാഹം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ 2 മക്കളേ ഉള്ളൂ, ഒരാണും പെണ്ണും. എങ്ങാണ്ട് എഴുതിയിട്ടുണ്ട് 2 പാടുള്ളതെന്ന്. അങ്ങനെയില്ല. ഞാൻ പറയും 2 മക്കൾ പോരാ. നിങ്ങൾക്കൊരാണും പെണ്ണും 2 കുഞ്ഞുങ്ങളുണ്ട്. ആ പെങ്കൊച്ചിനെ കല്യാണം കഴിച്ചങ്ങ് അയച്ചു. ആൺകൊച്ച് നിങ്ങൾക്ക് വേണ്ട, നിങ്ങളുടെ വാർദ്ധക്യകാലത്ത് നോക്കാൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എങ്കിലും അങ്ങ് വിചാരിച്ചോ നിങ്ങൾ എത്തിക്കുക. 3 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഒരെണ്ണത്തിന് ദൈവത്തിന് കൊടുക്കാനൊക്കും. അതുകൊണ്ട് ഞാൻ പറയും, 2 നിർത്തരുത്, 3 കുഞ്ഞുങ്ങളെങ്കിലും ഉണ്ടായിരിക്കട്ടെ. അപ്പം നിങ്ങളുടെ മക്കളുടെ എല്ലാവരുടെയും വിവാഹം നടന്നു കഴിയുമ്പോൾ ദരിദ്രയായ ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി സഹായിച്ചേട്ടെ. നിങ്ങളുടെ മക്കളുടെ എല്ലാവരുടെയും വിദ്യാഭ്യാസം പൂർത്തിയായി കഴിയുമ്പോൾ പഠിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു കുഞ്ഞിന് പഠിക്കുവാൻ സൗകര്യമൊരുക്കുക. 3 മുദ്രാവാക്യം. 4 ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു. 3 മുദ്രാവാക്യം. എനിക്ക് കേരളത്തിലെ ഒരു മർത്തോമക്കാരനെ അറിയാം. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴെല്ലാം 2 പെൺപിള്ളേരവിടെ കാണും. എല്ലാവരും ഹിന്ദുക്കളാണ്. 2 പേര്, ആരെയും ക്രിസ്ത്യാനിയാക്കാൻ കൊണ്ടൊന്നുമല്ല. ഞാൻ ചോദിച്ചു, ഇതെന്താ ഇവരെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്? അധ്യാപകനാണ്. ഞാൻ ചോദിച്ചു, എന്താ ഇവിടെ നിർത്തിയിരിക്കുന്നത്? എനിക്കറിയാം എങ്കിലും ചോദിച്ചു. പറഞ്ഞ അവൻ്റെ അപ്പം കള്ളൂടിയനാണ്, ഇയാൾ വഴക്കുണ്ടാക്കുന്നതാണ്, വീട്ടിൽ ഇരുന്ന് പഠിക്കാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് പഠിക്കാൻ മിടുക്കരായിട്ടുള്ളവരെ കൊണ്ട് വീട്ടുവേലയ്ക്കല്ല, പലരും അങ്ങനെ പറഞ്ഞു, ഇവിടെ വന്ന് നിൽക്കട്ടെ, ഞങ്ങൾ നോക്കിക്കോളാം, ചുമ്മാതാ വീട്ടുവേലയ്ക്കാണ്. ഇതല്ല പറഞ്ഞത്. അവരുടെ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന ജോലിയല്ലാതെ ആ കുഞ്ഞുങ്ങൾക്ക് ആർക്കും പഠിക്കാൻ വീട്ടുവേല ചോദിച്ചിട്ടില്ല. അവരുടെ മകൾക്ക് കൊടുത്ത വേല മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഈ 2 പാസ്സായി കഴിയുമ്പോൾ അടുത്ത 2നെ കൊണ്ടുവരും. സ്കൂളിൽ അന്വേഷിക്കും, അദ്ദേഹം അധ്യാപകനാണല്ലോ, എന്നിട്ട് അവിടെ കൊണ്ട് നിർത്തും. നാട്ടിൽ എല്ലാവരും അധ്യാപകരായി, നേഴ്സായി, വേറെ എന്തെങ്കിലുമൊക്കെ ജോലിയിലായി ഉയർന്നായി. ഒരു മുസ്ലിം പയ്യൻ കളക്ടറായി. ഞാൻ നിങ്ങളൊക്കെ പറയുന്നു, നമുക്കൊരു സരള ജീവിതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്തീയ ബാക്കിയുള്ളവരെ സഹായിക്കരുതെന്ന് ഞാൻ പറഞ്ഞു ഇല്ല. നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെ കഴിഞ്ഞിട്ടില്ലേ ബാക്കിയുള്ളവരെ, കഴിയുന്നവരെയൊക്കെ സഹായിക്കാം. ഒരു CSIയിലെ ഡോക്ടർ, പേര് പറയാനൊക്കത്തില്ല, അദ്ദേഹം എൻ്റെ പിണങ്ങിയിരിക്കുക എങ്ങാണ്ടൊന്ന് പറഞ്ഞാൽ. ഞാൻ മനോരമയ്ക്കകത്ത് വായിച്ചു, മദ്രാസിലായിരിക്കും സമയത്ത് മനോരമയ്ക്കകത്ത് വായിച്ചു. വല്യപ്പനും വല്യമ്മച്ചും ഡോക്ടർമാർ, അപ്പച്ചൻ ഡോക്ടർ, മോൻ അമേരിക്കയിലെ എഞ്ചിനീയർ, കല്യാണം കഴിക്കുന്ന പെണ്ണ്, അമേരിക്കയിലെ ഡോക്ടർ മോൻ കൊച്ചുമോൻ കല്യാണം കഴിക്കുന്ന പെണ്ണ് ഡോക്ടർ.
എല്ലാവരും വിചാരിച്ചു അടിപൊളിയായിരിക്കും, നല്ലതായിരിക്കും. എല്ലാവരും കല്യാണത്തിന് ചെന്നു. അന്നേരം 2 കല്യാണം ഒന്നിച്ച് നടക്കുന്നു. ഒന്ന് ഇവരുടെ മോൻ്റെയും മറ്റേ ഡോക്ടർ മണവാട്ടിയുടെയും. ഒന്ന് സാധാരണ ഉള്ള ഒരു കൊച്ചു കുടുംബത്തിലെ പാവപ്പെട്ടവരുടെ വീട്ടിലെ ചെറുക്കനും പെണ്ണും. കല്യാണം കഴിഞ്ഞു. അദ്ദേഹം പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് പറഞ്ഞു, വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, ഞങ്ങൾ സദ്യ ഒന്നും ഒരുക്കിയിട്ടില്ല, നിങ്ങൾ പോകുന്ന വഴിക്ക് വിശക്കുന്നവരെ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിച്ചിട്ട് പോകണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നിട്ട് പറഞ്ഞു, ഈ സദ്യയുടെ പൈസ ചുരുട്ടി ആ പുതിയ മണവാളനും മണവാട്ടിക്കും കൂടെ കൊടുത്തു, പോയൊരു വീട് വെച്ച് താമസിച്ചാട്ടെ. അവരുടെ കല്യാണം ഉറക്കത്തില്ലയോ? ഇന്നും ഉറച്ചിരിക്കുകയാണ് കേട്ടോ. എനിക്കറിയാം, എനിക്ക് വേറൊരു മനുഷ്യനെ കുടുംബത്തെ അറിയാം. ബ്രദറുകാരാണ്, മറ്റേത് മർത്തോമക്കാരാണ്, സി എസ് സിക്കാരാണ്. വേറൊരാളൊരു ബ്രദറൻ സഭക്കാർ. പത്തനംതിട്ടയുള്ള ഒരു ബ്രദറൻ കുടുംബം, അവരുടെ മകൻ്റെ കല്യാണം നടക്കുക. കല്യാണം നടന്നു കഴിഞ്ഞപ്പോൾ അവരുടെ വീട്ടിൽ വേലയ്ക്ക് നിന്ന, വീട്ടിലെ വേലയെന്ന് പറഞ്ഞത് ശരിയല്ല, അവരുടെ വീട്ടിൽ അടുക്കളയിൽ സഹായിക്കുന്ന സഹോദരിയുടെ മകളുടെ വിവാഹം അതേ പള്ളിയിൽ വെച്ച് അവരുടെ മോന് വേണ്ടി തുണി എടുക്കാൻ പോയ കടയിൽ നിന്ന് തന്നെ സാരിയും ബ്ലൗസും എടുത്ത് അവർക്ക് വേണ്ടി ഫോട്ടോ എടുത്ത ഫോട്ടോഗ്രാഫറെ കൊണ്ട് തന്നെ ഒരു ഫോട്ടോ കിട്ടി. അതേ മാന്യതയിൽ ആ കൊച്ചിൻ്റെ കല്യാണം നടത്തി കൊടുത്തു. 2 മുറിയുടെ ഒരു വീടും പണിത് കൊടുത്തു. ചെലവ് ചുരുക്കാമെങ്കിൽ നമുക്കും വലിയ കാര്യങ്ങൾ സാധിക്കാം. കല്യാണം കഴിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് കല്യാണം കഴിക്കാത്ത ഒരൊറ്റ പെൺകുട്ടി നമ്മുടെ സഭകളിൽ കാണത്തില്ല. വീടില്ലാത്ത ഒരൊറ്റ ക്രിസ്ത്യാനി ഉണ്ടാകത്തില്ല. നമുക്ക് മുഴുവൻ മാറ്റം ഉണ്ടാക്കാനൊക്കെ. പഠിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട്, പൈസ ഇല്ലാത്തതുകൊണ്ട് പഠിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു പെൺകൊച്ചും ഉണ്ടാകത്തില്ല, നമ്മുടെ ആൺകൊച്ചും ഉണ്ടാകത്തില്ല. നമുക്കെന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഞാനിങ്ങനെ എഴുതിയിരിക്കുകയാണ്, നമ്മളിങ്ങനെ ഒരു ചെറിയ ചെലവ് ചുരുക്കൽ ചെയ്യാമെങ്കിൽ വി ക്യാൻ എറാഡിക്കേറ്റ് പോവർട്ടി ഫ്രം അവർ ബ്രദർ. നമ്മുടെ സഹോദരന്മാരുടെ ഇതിനകത്തുനിന്ന് നമുക്ക് ദാരിദ്ര്യത്തെ തുടച്ചു മാറ്റിയെടുക്കുവാൻ കഴിയും. പക്ഷേ നമ്മുടെ മനസ്സ് മാറണം, സരള ജീവിതത്തിലേക്ക് വരണം. യേശു അതാണ് ചെയ്തത്. കഴുതപ്പുറത്താണ് വന്നേ. ഒട്ടകപ്പുറത്ത് വരാമായിരുന്നു, കുതിരപ്പുറത്ത് വരാമായിരുന്നു. അവൻ കഴുതപ്പുറത്താണ് വന്നത്. അവൻ കൊട്ടാരത്തിലല്ല ജനിച്ചത്, കൊട്ടാരത്തിലല്ല വളർന്നത്. ഹല്ലേലൂയ. സരളമായ ആഹാരമാണ് കഴിച്ചത്, മീനും ചപ്പാത്തിയും. ഞാൻ യേശുവിൽ നിന്നാണ് പഠിച്ചത്. ഹല്ലേലൂയ. ചിലർ പറയും അവൻ്റെ കോട്ട് എന്തുമാത്രം അറിയും, വലിയ കോട്ടായിരുന്നു. എൻ്റെ വിചാരം, ഞാൻ വേദപുസ്തകം ഇച്ചിരി കാര്യമായിട്ട് പഠിക്കുന്ന, യേശുവിൻ്റെ ശിഷ്യന്മാർക്കും അതുപോലുള്ള കോട്ടുണ്ടായിരുന്നു. തെളിവ് വേണോ? യൂദ ചെന്നിട്ട് 30 വെള്ളിക്കാശ് വാങ്ങിച്ചു. ഞങ്ങൾ യേശുവിനെ കാണിച്ചു തരാം. ഞാൻ ആരെയാണോ ചുംബിക്കുന്നത് അവനെ പിടിച്ചോണം, അതാണ് യേശു. അവർ യേശുവിന് മാത്രം വലിയ വില കൂടിയ ഒരു കോട്ടുമൊക്കെ ഇട്ടിരിക്കുക. എന്താ പറയുക, ആ വില കൂടിയ കോട്ടുള്ളവനെ പിടിച്ചാൽ മതി, ആ ചുമന്ന കോട്ടുള്ളവനെ പിടിച്ചാൽ മതി, ആ സിൽക്ക് ഇല്ല. അവരെല്ലാവരും ഒരുപോലെയായിരുന്നു. നമുക്കൊരു സരള ജീവിതത്തിലേക്ക് പോകാം. ആരാണ്ട് കൊടുത്ത കോട്ടായിരിക്കണം കേട്ടോ. ഹല്ലേലൂയ. ആരെങ്കിലും സുഖമായി കഴിഞ്ഞപ്പോൾ അവർ വാങ്ങിച്ചു കൊടുത്തതായിരിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് നമുക്ക് തീരുമാനമെടുക്കാം. 4 തീരുമാനം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. 1, ക്രിസ്തുവിൻ്റെ ഭാവം നമ്മൾ വളർത്തിയെടുക്കാം. എൻ്റെ ജീവിതത്തിനകത്ത്, എൻ്റെ സംസാരത്തിനകത്ത്, എൻ്റെ പെരുമാറ്റത്തിനകത്ത്, ഞാൻ എഴുതുന്നതിനകത്ത്, ഞാൻ പ്രസംഗിക്കുന്നതിനകത്ത് ക്രിസ്തുവിൻ്റെ ഭാവം എനിക്കുണ്ടാകട്ടെ. 2, എൻ്റെ വിശ്വാസം വർദ്ധിക്കട്ടെ, കുറച്ചുകൂടെ വർദ്ധിക്കട്ടെ. ഇപ്പോഴുള്ളത് പോരാ, കുറച്ചുകൂടെ വർദ്ധിക്കട്ടെ. 3, ഞാൻ ഏത് വേല ചെയ്തിരുന്നാലും അത് കഠിനാധ്വാനമായിരിക്കും. സുവിശേഷ വേലയായിരിക്കാം, ആഹാരം പാചകം ചെയ്യുന്നതായിരിക്കാം, ഓഫീസിൽ പ്രവർത്തിക്കുന്നതായിരിക്കാം, ആശുപത്രിയിൽ പ്രവർത്തിക്കുന്നതായിരിക്കാം, കൂലിപ്പണി ചെയ്യുന്നതായിരിക്കാം, ബിസിനസ് ചെയ്യുമായിരിക്കും. ഞാനൊരു കഠിനാധ്വാനിയായിരിക്കും. 4, സരള ജീവിതം. സരള ജീവിതം എൻ്റെ മുഖശോഭയായിരിക്കും. ഹല്ലേലൂയ. സരള ജീവിതം അത് നമുക്ക് ഉപയോഗിക്കാം. ഞാൻ എൻ്റെ ആദ്യകാലത്ത് എടുത്തൊരു തീരുമാനമാണ്. ഞാൻ ദൈവത്തിൻ്റെ പറഞ്ഞാണ്, ലോർഡ് ഐ വിൽ നോട്ട് ബി ആൻ എക്സ്പെൻസീവ് ചൈൽഡ് ഫോർ യു. കർത്താവേ, ഞാൻ ധാരാളിയായ അമിത ചെലവ് ചെയ്യുന്നവനായിട്ടുള്ള ഒരു മകനായിരിക്കത്തില്ല. ഞാനൊരു സരള ജീവിതം. നിങ്ങൾ ഏതെങ്കിലും തീരുമാനം എടുക്കുമോ? ഞാനൊന്നുകൂടെ പറയാൻ പോവാണ്. ഏതെങ്കിലും ഒരു തീരുമാനം, അല്ല 2 തീരുമാനം, അല്ല 3 ദിവസം തീരുമാനം, അല്ലെങ്കിൽ 4 തീരുമാനം, ഒരു തീരുമാനമെങ്കിലും എടുക്കണം. 1, ക്രിസ്തുവിൻ്റെ ഭാവം വളർത്തിയെടുക്കാം. 2, നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിച്ചെടുക്കാം. 4, ഏത് വേല ചെയ്താലും കഠിനാധ്വാനിയായി തീരാം. 4, സരള ജീവിതം. ഹല്ലേലൂയ. ആ സമ്പാദിക്കുന്ന
ഏതെങ്കിലുമൊക്കെ ഒരാളിൻ്റെ കണ്ണുനീർ തുടയ്ക്കുവാൻ നമുക്ക് സാധിക്കാം. യേശു അതാണ് ചെയ്തത്. ഭൂമിയിലായിരിക്കുമ്പോൾ അവൻ കണ്ണുനീർ തുടച്ചു. നമുക്കും ആരുടെയെങ്കിലും എല്ലാവരെയും സഹായിക്കുവാൻ സാധിക്കുമോ? ഇല്ല. എല്ലാവരെയും സഹായിക്കാൻ എല്ലാവർക്കും വീട് വെച്ച് കൊടുക്കാൻ ഒക്കുമോ? പക്ഷേ ഞാൻ പറഞ്ഞില്ലയോ, നമ്മുടെ ക്രിസ്തീയ സഭകളിലെ വിശ്വാസികൾ എല്ലാവരും കൂടെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ദരിദ്രനായ വ്യക്തി ഉണ്ടായിരിക്കത്തില്ല, വീടില്ലാത്തൊരു വ്യക്തി ഉണ്ടായിരിക്കത്തില്ല, കല്യാണം പ്രായം കഴിഞ്ഞിട്ടും പണമില്ലാത്തതുകൊണ്ട് കല്യാണം നടക്കാത്ത ഒരു പെൺകുട്ടി ഉണ്ടായിരിക്കത്തില്ല. ഇല്ല, ഞാൻ ഉറപ്പ് പറയാം. പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും പഠിക്കാൻ നിവൃത്തിയില്ലാത്ത, കോളേജിൽ അയക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു കുടുംബം ഉണ്ടാകത്തില്ല. നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ സഭകളിലെ ദാരിദ്ര്യത്തെ തുടച്ചു മാറ്റുവാൻ നമുക്ക് കഴിയും. ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായിട്ട് ജീവിക്കാം, കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ആര് പറയും? കർത്താവേ, ഈ 4 കാര്യങ്ങൾ കേട്ടു. 1, ക്രിസ്തുവിൻ്റെ ഭാവം, ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. 2, വലിയ വിശ്വാസം, ഗ്രേറ്റ് ഫെയ്ത്ത്. 3, ഞാനൊരു ഹാർഡ് വർക്കർ ആയിരിക്കും. 4, ഒരു സിമ്പിൾ ലൈഫ്, ഒരു സരള ജീവിതം. തീരുമാനമെടുക്കുന്നവർ തീരുമാനമെടുത്താണ്ട്. സ്വർഗസ്ഥനായ ദൈവമേ, ഞാൻ ഈ പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവരുടെ തീരുമാനം ഉറച്ചതായിരിക്കട്ടെ, ദൈവത്തോട് ചേർന്ന് നടക്കട്ടെ, ദൈവത്തിന് അനുഗ്രഹം അവർക്കുണ്ടാകട്ടെ. ഈ 4 തീരുമാനവും കർത്താവ്, അല്ല കർത്താവ്, കുറഞ്ഞത് 3എങ്കിലും, കർത്താവ് 2എങ്കിലും, കർത്താവ് 1 തീരുമാനമെങ്കിലും ഓരോരുത്തരും എടുത്ത് ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായിട്ട് ജീവിക്കാൻ അവരെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതോർത്ത് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച വീണ്ടും കാണാം.